ആ കുട്ടിക്ക് ശരീരത്തിന്റെ ഭക്ഷണം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് അഥവാ തഹ്നീക്ക് നടത്തുന്നതിന് മുമ്പ്, തഹ്നീക്ക് എന്ന് പറയുന്നത് മധുരം തൊട്ടുകൊടുക്കുക എന്നാണ് അതിനർത്ഥം പറയാറുള്ളത്. പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ തൊള്ളയിൽ ഈത്തപ്പഴം സാലിഹായ മനുഷ്യന്റെ വായിലിട്ട് ഒതുക്കിയതിന് ശേഷം ആ ഈത്തപ്പഴത്തിന്റെ നീരും സാലിഹായ മനുഷ്യന്റെ ഉമിനീരിന്റെ അംശവും ചേർത്ത് ബറക്കത്തുള്ള വസ്തു ആദ്യമായി പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ തൊള്ളയിൽ തൊട്ടുകൊടുക്കുന്ന തഹ്നീക്ക്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹിബ്നു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുഞ്ഞിന്റെ തൊള്ളയിൽ അവിടുത്തെ വായിലിട്ട് ഒതുക്കിയ ഈത്തപ്പഴത്തിന്റെ നീരും അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീരിന്റെ അംശവും ചേർത്ത് തൊട്ടുകൊടുത്തത് മുതൽ സുന്നത്തായി ലോകം മനസ്സിലാക്കിയിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. അത് ശാരീരികമായ ഭക്ഷണത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ്. ഈ മുതബറക്കായ നല്ല മനുഷ്യന്റെ നല്ല തൊള്ളയിലെ നല്ല ഉമിനീര്, ഖുർആൻ പാരായണം ചെയ്യുന്ന, ദിക്റ് ചൊല്ലുന്ന, സലാത്ത് ചൊല്ലുന്ന, നല്ലത് പറയുന്ന, സത്യം പറയുന്ന തൊള്ളയിലെ ഉമിനീരിന്റെ കലർപ്പുള്ള ഈത്തപ്പഴത്തിന്റെ നീര് തൊട്ടുകൊടുക്കുക എന്ന തഹ്നീക്ക്, അതിലൂടെ ബറക്കത്തുള്ള ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് ആത്മീയമായ ഭക്ഷണമാണ് ഒരു കുട്ടിക്ക് നൽകുന്നത്. ആ ആത്മീയ ഭക്ഷണമാണ് വലത്തേ ചവിട്ടിൽ ബാങ്കും ഇടത്തേ ചവിട്ടിൽ ഇഖാമത്തും. വലതു ചവിട്ടിൽ ആദ്യം തന്നെ കേൾപ്പിക്കുന്ന വാചകം അല്ലാഹു അക്ബർ, അല്ലാഹ് എന്ന വാചകമാണ്. അല്ലാഹ് എന്ന പേരാണ് അലമുൻ ലിൽദാത്തിൽ വാജിബിൽ വജൂദ് അൽ മുസ്തജ്മഇ ലിജമീഇ സിഫാത്തിൽ കമാൽ. എല്ലാ പരിപൂർണതയുടെയും വിശേഷണങ്ങൾ ഒത്തുചേർന്ന, ഒരു ന്യൂനതയും ഒരു വിധത്തിലും സംഭവിക്കാത്ത ഉള്ളവനായിരിക്കുക എന്നത്, തുടക്കമില്ലാതെ ഉള്ളവനും ഉള്ളവനായിരിക്കും എന്നത് ബുദ്ധി എപ്പോഴും വിളിച്ചോതുന്നവനുമായ, അസ്തിത്വം നിർബന്ധമായ അല്ലാഹ് എന്ന ആ പേര് തന്നെ അങ്ങനെയുള്ളവന് ഉള്ള പേരാണ്. ആ അല്ലാഹ് എന്ന പേര് ആദ്യമായി ഒരു കുട്ടിയുടെ ചവിട്ടിൽ കേൾക്കേണ്ടതുണ്ട്. ആത്മീയമായ ഭക്ഷണം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയാൻ ആദ്യമായി കേൾപ്പിക്കുന്നത് അല്ലാഹ്. ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ ആ മനുഷ്യൻ അവസാനമായി ഉച്ചരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടതും നാം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതും അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരേണ്ടതും മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, സ്വർഗത്തിൽ മുൻകടന്നു പോകുന്ന വിധം ഒരിക്കലും തന്നെ നരകത്തിന്റെ ലാഞ്ചന പോലും ആസ്വദിക്കാതെ രുചിക്കാതെ വിജയികളുടെ കൂടെ നേരെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുന്നൊരു വ്യക്തി അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം ആയിത്തീരുന്നവനാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കതിന് തൗഫീഖ് തരണം റഹ്മാനെ. ആദ്യമായി കേൾക്കുന്നത് അല്ലാഹ്, അല്ലാഹു അക്ബർ. ആദ്യം കേൾക്കുന്നത് അല്ലാഹ്, അവസാനം ഉച്ചരിക്കേണ്ടതും അല്ലാഹ്. ബാങ്കും അങ്ങനെ തന്നെയാണ്. തുടക്കം അല്ലാഹു അക്ബർ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്നതുകൊണ്ട് തുടങ്ങി
അല്ലാഹ് എന്നതുകൊണ്ട് അവസാനിക്കുന്നതാണ് ബാങ്ക്. മനുഷ്യന്റെ ജീവിതവും ആദ്യമായി തന്നെ ആരംഭം അല്ലാഹുവിന്റെ പേര് കേട്ടുകൊണ്ട് തുടങ്ങണം, അവസാനം അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് നിൽക്കണം. ഈ അല്ലാഹ് എന്ന ചിന്ത മനുഷ്യന്റെ ഖൽബിലേക്ക് കടക്കുകയും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ ആരോ അവിടെയാണ് ആത്മീയതയുള്ളത്, അവിടെയാണ് ആത്മാവിന് ശമനമുള്ളത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന്റെ സമാധാനം അവിടെയാണ്. അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിയുക. ഓ സഹോദരന്മാരെ, ആ അല്ലാഹു ജല്ല ജലാലുഹു അവനിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിയൽ അനിവാര്യമാണ്, ആവശ്യമാണ്. അത് നന്ദിബോധമാണ്. കാരണം ലോകത്തുള്ള ഏത് മനുഷ്യനും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊടുത്ത റബ്ബ്, ഏത് മനുഷ്യനും മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി 1000 അനുഗ്രഹം നൽകിയ റബ്ബ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആരും തിരിഞ്ഞു നോക്കണ്ട, എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ ഞാൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് മനസ്സ് തിരിഞ്ഞ മനുഷ്യൻ, അവന് ഒരിക്കലും അഹങ്കാരമില്ല. എത്ര വലിയവനായാലും ഇല്ല, ഒരിക്കലും ഇല്ല. നോക്കൂ നിങ്ങൾ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്, എത്ര കറാമത്തുകൾ പ്രകടമായ മഹാനാണ്. അതിപ്പോഴുണ്ടോ പറഞ്ഞാൽ തീരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ റോമൻ ചക്രവർത്തിയുടെ ഒരു പ്രതിനിധി വരുന്നു. വന്നു നോക്കുമ്പോൾ ഒരു മരത്തിന്റെ ചുവടെ തണലിൽ കിടന്ന് വിശ്രമിക്കുന്നു. അലിഹാദൽ മിസ്കീനി യർതജുൽ മശ്രിഖ് വൽ മഗ്രിബ്. ഈ പാവം മനുഷ്യൻ മരുഭൂമിയിൽ മണലിൽ ഒരു വിരിപ്പ് പോലുമില്ലാതെ മരത്തിന്റെ തണലിൽ കിടക്കുന്ന ഈ പാവം മനുഷ്യൻ, ഈ മനുഷ്യനെ ഭയപ്പെട്ടിട്ടാണോ കിഴക്കും പടിഞ്ഞാറുമൊക്കെ പേടിച്ചു വിറക്കുന്നത്? ഈ മനുഷ്യനെ ഇപ്പോൾ തന്നെ ഞാനങ്ങ് വെട്ടിക്കൊന്നു കളഞ്ഞാൽ ഇവിടെ എന്ത് വരാനാ? ഇദ്ദേഹത്തോട് എന്തിന് ചർച്ച ചെയ്യണം? ഞാനൊരു വലിയ ഭരണാധികാരിയായ രാജാവിന്റെ പ്രതിനിധിയല്ലേ, ഞാൻ ഇദ്ദേഹത്തോട് എന്തിന് ചർച്ച ചെയ്യണം? അദ്ദേഹത്തിന്റെ മനസ്സിൽ പിശാച് തോന്നിപ്പിച്ചത് അങ്ങനെയാണ്. കയ്യിലുള്ള വാള്, അരയിലുള്ള വാള് കയ്യിലേക്ക് ഊരിയെടുത്തു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വാളും ഊരിപ്പിടിച്ച് കാൽച്ചവിട്ടടിയിൽ മുന്നോട്ട് വെക്കുമ്പോൾ അത്ഭുതം തന്നെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് പടുകൂറ്റൻ സിംഹം നിൽക്കുന്നു. വാവിളന്നു നിൽക്കുന്ന സിംഹം ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വിറച്ച് വിറച്ച് വാള് നിലത്ത് വീണുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉറക്കം തെളിഞ്ഞു. ഒരാൾ അടുത്തു വന്ന് ഇങ്ങനെ വിറക്കുന്നു. എന്താ മോനെ വിശേഷം? ഒന്നുമില്ല. നിങ്ങളെ എന്താ മോനെ വിശേഷം? ഒന്നുമില്ല. എന്തേ വിറക്കുന്നു? ഒന്നുമില്ല. മലമ്പനി പിടിച്ചു. എന്തേ വിറക്കുന്നു? ഉള്ളതുള്ളതുപോലെ അങ്ങ് പറഞ്ഞു. ഞാൻ വന്നത് നിങ്ങളോടൊരു ചർച്ചക്ക്, വന്നത് റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധിയായി. പക്ഷേ നിങ്ങൾ ഈ പൂഴിയിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടപ്പോ ഈ വാളുകൊണ്ട് നിങ്ങളെ അങ്ങ് വെട്ടിക്കൊലപ്പെടുത്തിയാൽ
നിങ്ങളെ പ്രശ്നം അവസാനിച്ചല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ വാളൂരി നിങ്ങളെ വെട്ടാൻ വേണ്ടി കാലെടുത്ത് മുന്നോട്ട് വെക്കുമ്പോ നിങ്ങളുടെ സമീപത്ത് പടുകൂറ്റൻ സിംഹത്തെ കണ്ടു. ഞാൻ ഭയപ്പെട്ട് വിറച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് മാപ്പ് കൊടുത്തു. സ്പെഷ്യൽ സെക്യൂരിറ്റി, ശമ്പളം കൊടുത്തുള്ള സെക്യൂരിറ്റി ഇല്ല, കൈക്കൂലി കൊടുത്തുള്ള ആളുകളില്ല. പക്ഷേ ബന്ധം അല്ലാഹുവുമായിട്ടാണ്. അല്ലാഹുവിൽ ലയിച്ച മനസ്സാണ്. ദീനിനെതിരെ എന്ത് കണ്ടാലും മനസ്സിൽ വലിയ വിഷമമാണ്. സുബ്ഹാനല്ലാഹ്. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുന്നു. ആ സദസ്സിൽ എല്ലാവരും ദിക്റും ദുആക്കും ഇരിക്കുമ്പോ ഒരാൾ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുന്നു. അവിടെ ഇരുത്തം കൊള്ളുന്നില്ല ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഹ്റാബിലുണ്ട്, അഥവാ മിഹ്റാബിന്റെ സ്ഥാനത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളിക്ക് മിഹ്റാബില്ല. അവിടുന്ന് നിസ്കരിച്ച സ്ഥലത്ത് പിന്നീട് മിഹ്റാബ് നിർമ്മിച്ചതാണ്. നബി ചെയ്തതേ ചെയ്യാവൂ എന്ന് പറയുന്ന ചില കക്ഷികളുണ്ട്. അവരെ പള്ളിയുടെ മിഹ്റാബുകൾ പൊളിക്കപ്പെടേണ്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിക്ക് മിഹ്റാബ് ഉണ്ടായിരുന്നില്ല. നബി തങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്ന് പറയുന്നവരുണ്ട്. അവര് ചിലപ്പോ ചോദിക്കും, മഖ്ബറയുടെ മേലെ ഖുബ്ബയുണ്ടോ നബിയുടെ കാലത്ത്? അവരുടെ പള്ളിയുടെ ഖുബ്ബകളെല്ലാം പൊളിക്കേണ്ടതാണ്. കാരണം നബിയുടെ കാലത്ത് പള്ളിക്കും ഖുബ്ബയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പള്ളിക്ക് മിനാരങ്ങളില്ല. അപ്പോഴവരെ പള്ളിയുടെ മിനാരവും പൊളിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 നിലയുള്ള വീടുണ്ടാക്കിയ മനുഷ്യൻ സമീപത്ത് വന്ന് സംസാരിക്കുകയും സലാം പറയുകയും ചെയ്തപ്പോൾ മുഖം തിരിച്ചു കളഞ്ഞിട്ടുണ്ട്. 2 നിലയുള്ള വീടുണ്ടാക്കിയവനോട് മിണ്ടാതിരുന്നിട്ടുണ്ട്. അദ്ദേഹം കാര്യം തിരക്കിയപ്പോ സഹാബത്ത്, നിങ്ങളുടെ മാളികപ്പര റസൂലുള്ള കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് മിണ്ടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ മാളിക പൊളിച്ചിട്ടുണ്ട്. അത് ഹദീസിലുണ്ട്. അന്ന് മാളിക വീടുകളില്ല. മാളിക വീടുണ്ടാക്കുന്നതിനോട് താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പറയുന്ന എനിക്കും ഇപ്പോൾ മാളിക വീടുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ഞാൻ ഉണ്ടാക്കിയ പള്ളിക്കും മിനാരവും മിഹ്റാബും കുബ്ബയും ഒക്കെയുണ്ട്. അവിടെയൊന്നും റസൂലുള്ളാഹിന്റെ കാലത്തതുണ്ടോ എന്ന് ചോദിക്കാത്ത ചിലർ, മഹാന്മാരെ മഖ്ബറ കാണുമ്പോൾ മാത്രം കുബ്ബയുണ്ടോ മിനാരമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. രോഗം മഹാന്മാരോടുള്ള വിരോധമാണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാര സ്ഥലത്ത്, മിഹ്റാബ് നിൽക്കുന്ന സ്ഥലത്ത് നബി തങ്ങൾ തിരിഞ്ഞിരുന്ന് ദിക്റിനും ദുആക്കും ഇരിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം പലരും മുൻസഫിൽ തന്നെയുണ്ട്. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഫർള് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിക്കാതെ എഴുന്നേറ്റ് നിന്നത്. ഉമർ ഇബ്നുൽ ഖത്താബിന് ക്ഷമിച്ചില്ല, സഹിച്ചില്ല. അവിടുന്ന് എഴുന്നേറ്റ് വന്ന് അദ്ദേഹത്തിന്റെ ചുമലിങ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്കൂ അവിടെ. കുട്ടികൾ സൈക്കിളിന്റെ ട്യൂബിന് കാറ്റ് കൊടുക്കുന്നത് പോലെ ചുമല് പിടിച്ച് അമർത്തി താഴോട്ട് അമർത്തിയിട്ട് ഇരിക്കൂ അവിടെ. ഫഹസഹു ഹസതൻ വഖാല ഇജ്ലിസ്, അവിടെ പിടിച്ചിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഹ്റാബിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്തൊന്ന് നോക്കിയിട്ട്, അസാബല്ലാഹു ബിക യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മകനായ ഉമറേ, നിന്നെ കൊണ്ട് അല്ലാഹു സത്യത്തെ എത്തിച്ചിരിക്കുന്നു എന്നൊരു സപ്പോർട്ടിന്റെ വചനം. ആ നിലക്ക്
ഒരു കറാഹത്ത് പോലും ചെയ്യാൻ അനുവദിക്കാതെ ഇമാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് മഅ്മൂമി എഴുന്നേൽക്കുന്നത് കറാഹത്താണ്. തഖ്ദീമിന്റെ ജംആക്കി നിസ്കരിക്കുന്ന നിസ്കാരമാകുമ്പോ ആദ്യത്തെ നിസ്കാരം കഴിഞ്ഞ ഉടനെ രണ്ടാമത്തെ ഫർദ് നിസ്കരിക്കണം. അങ്ങനെ വരുമ്പോൾ ഉടനെ തന്നെ എഴുന്നേൽക്കണം. ഇമാം എഴുന്നേൽക്കുന്നത് കാത്തിരുന്നുകൂടാ. അതുപോലെ പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിലല്ലാതെ ഇമാം എഴുന്നേൽക്കുന്നത് വരെ മഅ്മൂമി എഴുന്നേൽക്കാൻ പാടില്ല. കറാഹത്താണ്, വിരോധിക്കപ്പെട്ടതാണ്. ഫർളിന്റെയും സുന്നത്തിന്റെയും ഇടയ്ക്ക് വിടവില്ലാതെ സുന്നത്ത് നിസ്കരിക്കുന്നതും നല്ലതല്ല. ഓ മുഅ്മിനീങ്ങളെ, ഈ ഒരു നല്ലതല്ലാത്ത കാര്യം ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ നോക്കി നിൽക്കാൻ സാധിക്കാത്ത ഈമാനിക ആവേശമുള്ള മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് വെറുതെയല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ കുന്ത സാലികൻ ഫജ്ജൻ ഇല്ലാ കാന ശൈത്താനു സാലികൻ ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ നബി തങ്ങളെ മുന്നിൽ വെച്ച് അല്പമൊക്കെ അതാ ശബ്ദത്തോടെ സംസാരിക്കുന്ന സ്ത്രീകൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ കണ്ടപ്പോൾ ഒരൊറ്റ ഓട്ടമോടി ഒളിച്ചു കളഞ്ഞു. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നങ്ങ് പുഞ്ചിരിച്ചു പോയി. എന്താണ് നബിയെ തങ്ങൾ ഞാൻ കയറി വരുമ്പോ ചിരിക്കുന്നത്? ഉമറേ, ചിരിക്കാൻ കാരണം എന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ വലിയ ജോറ് പറഞ്ഞ പെണ്ണുങ്ങള് നിങ്ങൾ കയറി വരുന്നത് കണ്ടപ്പോ അവര് പേടിച്ചിട്ട് ഓടി ഒളിക്കുന്നത് കണ്ടപ്പോ ഞാൻ ചിരിച്ചുപോയി. ഇത് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, യാ അദുവാതി അൻഫുസിഹിന്ന, ശരീരങ്ങൾ ആക്രമിച്ച സ്ത്രീകളെ, എന്നെയാണോ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ പരിഗണിക്കുന്നത്? എന്നെയാണോ ആദരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീകൾ പിന്നെന്ന് വിളിച്ചു പറഞ്ഞു, ഉമറേ, നിങ്ങളെ ബഹുമാനിച്ചതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത വിട്ടുവീഴ്ച ചെയ്യുന്ന കാരുണ്യത്തിന്റെ പ്രവാചകരായതുകൊണ്ട് കുറച്ചൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് അപാകതയുണ്ടെങ്കിലും അവിടുന്ന് അതെല്ലാം സഹിച്ചേക്കും. നിങ്ങളെ ബഹുമാനിച്ചിട്ടല്ല, പേടിച്ചിട്ടിങ്ങി പോന്നതാണ് എന്ന് സ്ത്രീകൾ മറുപടി പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞതാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം ഏതൊരു റബ്ബിന്റെ അധികാരത്തിലാണോ അവനെ തന്നെയാണ് സത്യം. ഓ ഉമറേ, നിങ്ങളൊരു റൂട്ടിലേക്ക് കടന്നാൽ അവിടെ എങ്ങാനും പിശാചി കടന്നു വരുന്നുണ്ടെങ്കിൽ അവൻ റൂട്ട് മാറ്റിയിട്ടല്ലാതെ പോവുകയില്ല ഉമറേ. അത്രയും പിശാചിന് ഭയമുള്ള സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, എത്രയോ കറാമത്തുകൾ കണ്ട നേതാവ്. പക്ഷേ മനസ്സ് തിരിഞ്ഞതെങ്ങോട്ടാണ്? സ്വന്തം ശരീരത്തിലേക്കല്ല. പലരുടെയും മനസ്സ് തിരിയുന്നത് സ്വന്തം ശരീരത്തിലേക്കാണ്. അങ്ങനെയാണ് പലരും ഞാൻ 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 എന്ന ചിന്ത വരുന്നത്. ഈ ഞാൻ ഞാൻ എന്ന ചിന്ത അത് ശൈത്താനിന്റെ ചിന്തയാണ്, ഇബ്ലീസിന്റെ ചിന്തയാണ്. അതല്ലേ അതെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാൻ അല്ലാഹു കൽപ്പിച്ചപ്പോ അന ഖൈറും മിൻഹു, ഞാൻ ഖൈറും മിൻഹു, ആദമിനേക്കാൾ ഉത്തമനാണെന്ന് ഇബ്ലീസ് അഹങ്കാരം പറഞ്ഞില്ലേ? അബാ വസ്തക്ബറ, അവൻ അഹങ്കരിച്ചുവെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ എന്ന ചിന്ത, ഞാൻ എന്ന ആലോചന അത് അഹങ്കാരമാണ്. അതുകൊണ്ടല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞത് മഹാന്മാരെ ദിക്റാണ്, മാ അന ഇല്ലാ അന്ത, മാ അന ഇല്ലാ അന്ത, ഞാനില്ല അല്ലാ, ഇല്ലാ അന്ത,
നീ മാത്രമേ ഉള്ളൂ അല്ലാ. ഞാനെന്ന ചിന്ത എനിക്കില്ല, എനിക്ക് ഞാൻ നിലനിൽപ്പ് കാണുന്നില്ല, ഞാനിവിടെ ഒന്നുമല്ല. കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു, എന്നെ നീ ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. ഞാനിവിടെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതേ നിലക്കുണ്ടാവുകയില്ല. ഞാനെന്ന് പറയാൻ എനിക്കൊന്നിനും കഴിയില്ല, ഒന്നും വിവരമില്ല, ഒന്നിനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഞാനില്ല, ഇല്ല അന്ത, നീ മാത്രമേ ഉള്ളൂ അല്ലാ. ലദുൽ ബസായിരി നാദിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദുഹുലി അനിൽ അസർ. അല്ലാഹുവിനെ മാത്രമേ അവർ ഉള്ളതായി കാണുന്നുള്ളൂ, അല്ലാത്തത് ഉള്ളതിൽ പറയാനില്ല. നമ്മൾ ചിലപ്പോൾ പറയും, ഒരു ബസ് ഇങ്ങനെ പോകുന്നു ഹൈവേ റൂട്ടിലൂടെ, അതിലാകെ ഡ്രൈവറും കണ്ടക്ടറും രണ്ടാളും മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ബസ് കണ്ടാൽ പറയും, ആ ബസ്സിൽ ആരുമില്ലേ? പിന്നെ എങ്ങനെ ബസ് ഓടുന്നത്? അപ്പോൾ ഉള്ളതിൽ പറയാനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആരുമില്ലെന്ന് പറഞ്ഞാൽ ഉള്ളതിൽ പറയാനില്ല. ഇതുപോലെ മഹാന്മാര് പറഞ്ഞു, ഞാനില്ല, അഥവാ ഞാൻ ഉള്ളതിൽ പറയാനില്ല. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഉള്ളതില്ല. കാരണം അതൊന്നും ഉള്ളതിൽ പറയാനില്ല. ഉള്ളവനായി പറയാൻ ഒന്നേ ഉള്ളൂ, ഒരുവനേ ഉള്ളൂ, അതാണ് അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്, അവനേ ഉള്ളതിൽ പറയാനുള്ളൂ, മറ്റുള്ളതൊന്നും പറയാനില്ല. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹലത സായിലു. അല്ലാഹ് മാത്രമേ ഉള്ളതിൽ പറയാനുള്ളൂ. ആ അല്ലാഹുവിൽ മനസ്സിലയിച്ച മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് വളരെ വലിയ മഹാനാണെങ്കിലും ഞാനൊരു മഹാനാണെന്നൊരിക്കലും ചിന്തിച്ചില്ല, ഞാനൊരു വലിയവനാണെന്ന് ആലോചിച്ചില്ല. എന്ന് മാത്രമല്ല, വലിയവനായ റബ്ബിന്റെ മുന്നിൽ എൻ്റെ ജീവിതത്തിന്റെ വിജയം എങ്ങനെയാണ് അല്ലാഹ്, ആ ചിന്തയിലാണ് അവിടുന്ന് ജീവിച്ചു വന്നതെന്ന് മാത്രമല്ല, സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമായി നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അബൂ ലുലൂത്ത് എന്ന ഭീകരവാദിയുടെ കുത്ത് കിട്ടി. ആ കുത്തുകൊണ്ടിട്ട് മറിഞ്ഞു വീണുപോയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ആ കുത്തിയ മനുഷ്യനെ പിടികൂടാൻ വേണ്ടി അതാ സഹാബത്ത് പരിശ്രമിച്ചപ്പോ കയ്യിലുള്ള കടാരി കൊണ്ട് 13ഓളം ആളുകളെ അവൻ കുത്തിക്കളഞ്ഞു. 6-7 ആളുകൾ അവിടെ തന്നെ പിടഞ്ഞു മരണപ്പെട്ടു പോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിസ്കാരത്തിന്റെ ജമാഅത്ത് പൂർത്തീകരിച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എടുത്തുകൊണ്ടുപോയി കിടത്തിയ സ്ഥലത്ത് അതാ കുടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആമാശയത്തിന് പറ്റിയ മുറിയുടെ ഉള്ളിലൂടെ വെള്ളം ഒഴിഞ്ഞുപോയി. ആ സമയത്ത് ഇനി ഏതായാലും ഞാനിവിടെ ജീവിക്കുകയില്ലെന്ന ധാരണ ഉറപ്പിക്കാവുന്ന അവസരമാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടിക്കരയുന്നു. മുസ്ലിമീങ്ങളെ, എന്തിനാണ് കരഞ്ഞത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമീപത്ത് വന്ന് കരയല്ല, സങ്കടപ്പെടല്ല, നിങ്ങളൊന്ന് സമാധാനിക്കൂ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത താല്പര്യമുള്ള ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഒരു സാധാരണ പണ്ഡിതനല്ല, സ്പെഷ്യൽ പൊരുത്തം വാങ്ങിയ പണ്ഡിതനാണ്. ആരെ പൊരുത്തമാ വാങ്ങിയത്? അത് ലോകത്ത് ഏറ്റവും വലിയ പൊരുത്തം വാങ്ങേണ്ട നേതാവിന്റെ പൊരുത്തമാണ്.
വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനോട് ചേർത്ത് പറഞ്ഞ അതേ വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു, അവർക്ക് പൊരുത്തം വാങ്ങാൻ ഏറ്റവും അർഹതപ്പെട്ടവർ അല്ലാഹുവും അവന്റെ റസൂലുമാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ പൊരുത്തം അല്ലാഹുവിൻ്റേത് കിട്ടണമെന്ന് പറയുമോ അതിനോട് ചേർത്ത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ പൊരുത്തം വാങ്ങേണ്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിസർജനാവശ്യത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുവന്ന് വെച്ചത് കാണുന്നു. ആരോടും വെള്ളം കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ തിരിച്ചു വരുമ്പോൾ വെള്ളം കൊണ്ടുവന്ന് വെച്ചത് കാണുന്നു. ഉസ്താദ് പള്ളിയിൽ ദർസ് നടത്തി ഇറങ്ങിപ്പോകുമ്പോൾ സാധാരണ പോകുന്ന വാതിലിന്റെ അടുക്കൽ ഒരു ശിഷ്യൻ ചെരിപ്പ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ചെരിപ്പ് അവിടെ കൊണ്ടുപോയി വെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഉസ്താദിന്റെ പൊരുത്തം ചിന്തിച്ച ശിഷ്യൻ ചാൻസ് നോക്കി എടുത്ത പണിയാണ്. ഓ സഹോദരന്മാരെ, മഹാനായ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെള്ളം ഒരുക്കി വെച്ചത് കണ്ടപ്പോ ആരാണ് ഈ വെള്ളം ഇവിടെ വെച്ചതെന്ന് അന്വേഷിച്ചു. അത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, പിതൃ സഹോദരന്റെ മകൻ, ചെറുപ്പക്കാരനായ മുതഅല്ലിം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്ന് മറുപടി കിട്ടിയപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അണച്ചൊന്ന് കൂട്ടിയിട്ട് അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, ഇബ്നു അബ്ബാസിന് നീ ഖുർആൻ പഠിപ്പിക്കണേ അല്ലാ, ഖുർആൻ മനസ്സിലാക്കി കൊടുക്കണേ അല്ലാ. പൊരുത്തത്തോടെ ഒരൊറ്റ പ്രാർത്ഥനയാണ്. ഇമാം ബുഖാരി അത് സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് തന്നെയല്ലേ റഈസുൽ മുഫസ്സിരീൻ, ലോകത്തെ ഏതെല്ലാം ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ടോ എല്ലാവരുടെയും നേതാവായി എണ്ണപ്പെടുന്ന ഏറ്റവും വലിയ സ്ഥാനത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരോധിക്കപ്പെട്ടു. അപ്പോൾ നമുക്കവിടെ ഒരു വിഷയം മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഗ്രന്ഥമല്ല, പലർക്കും ഒരുപാട് മനസ്സിലാകുന്ന ഗ്രന്ഥമാണ്. അപ്പൊ എല്ലാവരും ഖുർആൻ നോക്കിയാൽ കാര്യം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇത് സ്പെഷ്യൽ ദുആ കിട്ടിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുകയാണെങ്കിൽ പിന്നെ ഖുർആൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ അതിന് വ്യത്യാസം ഉണ്ട്. ഒന്ന്. രണ്ടാമത്തത്, പൊരുത്തം വാങ്ങിയവർക്ക് അല്ലാഹു ഖൽബിലിട്ട് കൊടുക്കുന്ന ഇൽമ് അത് പലപ്പോഴും വായിച്ചു പഠിക്കുന്ന ഇൽമല്ല, അല്ലാഹു തആല കൊടുക്കുന്ന പ്രത്യേകമായ ഇൽമ്. അതിന് പൊരുത്തം വേണം. പൊരുത്തം വാങ്ങേണ്ടവരുടെ ഒക്കെ പൊരുത്തം വാങ്ങണം. ദുആ ലഭിച്ചവർക്കുള്ള ഇൽമ്, മഹാന്മാരുടെ പ്രാർത്ഥന ലഭിച്ചവർക്കുള്ള ഇൽമ്, അത് വലിയ ഫലവത്തായ ഇൽമാണ്. ഇരിക്കട്ടെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നു ഖത്താബിന് വലിയ താല്പര്യമാണ്. റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടിയ മുതഅല്ലിമാൻ, വല്ലാത്ത ഫഹമുള്ള മഹാനാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് സമാധാനിപ്പിക്കുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് സമാധാനിക്കണം, നിങ്ങൾ ഇസ്ലാമിലെ 40ാമത്തെ മെമ്പറാണ്, പണ്ടേ ഉള്ള ആളാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടിയിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവായ ഇബ്നു അബ്ബാസ് തങ്ങൾക്കും പറയാനുള്ളത് പൊരുത്തമാണ്. ആരാണ് ഉമർ ഇബ്നു ഖത്താബ്? കറാഹത്ത് ചെയ്യാറില്ല, ചെയ്യാൻ അനുവദിക്കാറില്ല. ഒരൊറ്റ നിസ്കാരത്തിന്റെ ജമാഅത്ത് തോട്ടം കാണാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് നഷ്ടപ്പെട്ടതിനാൽ തോട്ടം അപ്പോൾ തന്നെ ധർമ്മം ചെയ്ത സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, വളരെയേറെ സൂക്ഷിച്ച് ജീവിച്ച വല്ലാത്ത ദുഷ്കമുള്ള സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സ്വന്തം ഭാര്യയ്ക്ക് പായസം കുടിക്കണമെന്നൊരു മോഹം. പക്ഷേ അതിന് ആവശ്യമുള്ള
ധാന്യം ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊതുസ്വത്തിൽ നിന്ന് കൊടുത്തില്ല. പൊതുസ്വത്ത് എന്റെ ഭാര്യക്ക് പായസം കുടിക്കാനുള്ളതല്ല, എന്റെ ഭാര്യന്റെ ചെലവിന് മാത്രം ഈ പൊതുസ്വത്തിൽ നിന്ന് കൊടുക്കും, സർക്കാരിൽ നിന്ന് കൊടുക്കും, പായസം വെച്ച് വിളമ്പാനുള്ളതല്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ ബസ്സിൽ കയറി പോവുകയും പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ കാറിൽ കയറി പോവുകയും ചെയ്യുന്നവരില്ലേ? കാരണം വാടക പള്ളി കമ്മിറ്റിയാണല്ലോ. സുബ്ഹാനല്ലാഹ്, സ്വന്തം ആവശ്യത്തിന് പോകുമ്പോൾ വെറുംചോറ് തിന്നുകയും അതേ സമയത്ത് കമ്മിറ്റിയുടെ ആവശ്യത്തിന് പോകുമ്പോൾ ബിരിയാണി തിന്നുകയും ചെയ്യുന്നവരില്ലേ? ആ ഒരു സ്വഭാവം മഹാന്മാരുടെ സ്വഭാവത്തിലില്ല. അവരെവിടെയും സൂക്ഷ്മതയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പായസം വാങ്ങിക്കൊടുത്തില്ല, അതിനുവേണ്ട ധാന്യവും ഭാര്യക്ക് കൊടുത്തില്ല. പക്ഷേ ഭാര്യ സാധാരണ കിട്ടുന്ന ധാന്യത്തിൽ നിന്ന് നുള്ളരി എടുത്തു വെക്കുന്നത് പോലെ ഒരൽപ്പം നുള്ളിവെച്ച് കുറെ ദിവസം കൊണ്ട് പായസം ഉണ്ടാക്കാനുള്ള വസ്തു സമാഹരിച്ചു. അതുകൊണ്ട് പായസം ഉണ്ടാക്കി കുടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ ഒരു അംശം കൊടുത്തപ്പോ എവിടുന്ന് കിട്ടി നിനക്കിത് എന്ന് ചോദ്യമാണ്. ഞാൻ നുള്ളരി എടുത്തു വെക്കുന്നത് പോലെ വെച്ച് സമാഹരിച്ചതാണെന്ന് പറഞ്ഞപ്പോ, എന്നാൽ നാളെ മുതൽക്ക് നിങ്ങൾക്ക് പൊതുഫണ്ടിൽ നിന്ന് അനുവദിക്കുന്ന ധാന്യത്തിൽ നിങ്ങൾ എടുത്തു വെച്ചിരുന്ന അത്രയും കുറച്ചേ അനുവദിക്കൂ, കാരണം അത്ര നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സർവരംഗത്തും മുൻപന്തിയിലാണെങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിങ്ങൾ ഒരൊറ്റ ജമാഅത്ത് കൈയൊഴിക്കാത്ത ആളല്ലേ, നിങ്ങൾ വല്ലാതെ സൂക്ഷ്മതയോടെ ജീവിച്ച ആളല്ലേ, ഇതൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ കരയേണ്ടതില്ല. കാരണം സഹിബത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാറഖക വഹുവ അൻകറാദ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സർവമഹാന്മാരെ പൊരുത്തവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഓ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സങ്ങ് ലയിച്ചാൽ, അല്ലാഹുവിലേക്ക് മനസ്സങ്ങ് തിരിഞ്ഞാൽ, അവൻ എത്ര വലിയ വലിയായാലും, എത്ര വലിയ മഹാനായാലും, എത്ര വലിയ സഹാബിയായാലും, എത്ര വലിയ സ്ഥാനത്തായാലും, എത്ര തന്നെ കറാമത്ത് കണ്ടാലും, ഏത് തന്നെ ദുആക്കുത്തരം കിട്ടിയാലും, ഏത് സിംഹം കറാമത്ത് ഈ സംരക്ഷണത്തിന് വന്നാലും അവരെ മനസ്സിൽ ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ല കേട്ടോ. ഞാൻ സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ കുത്ത് കണ്ടിട്ട് വീണവനല്ലേ, ഞാൻ എന്തിന് പേടിക്കണമെന്നല്ല ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചിന്ത. മറിച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ പാവപ്പെട്ട ഉമർ എങ്ങനെ പോയി നിൽക്കുമെന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നത് റബ്ബിനെ ഭയപ്പെട്ടിട്ടാണ്, അല്ലാതെ ഭരണം പോകുന്നത് കൊണ്ടല്ല, എന്റെ മക്കൾ സ്ഥാനത്ത് വരുമോ എന്ന് ചിന്തിച്ചിട്ടല്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മഹാനവറുകളോട് അതാ നിങ്ങൾക്കെല്ലാ മഹാന്മാരെ പൊരുത്തവും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് തങ്ങൾ സമാധാനിപ്പിക്കുന്നു. എത്ര വലിയ ഇബാദത്തെടുത്ത വ്യക്തിക്കും സമാധാനത്തിന് വകുപ്പ് മഹാന്മാരെ പൊരുത്തം നേടലാണ് കേട്ടോ. അതും ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് ആ സമയത്ത് വിനയത്തോടെ പറയുന്ന വാക്ക്, അതൊക്കെ ഞാൻ അവരെ പൊരുത്തം ഇങ്ങ് നേടിയെടുത്തു എന്നല്ല, എനിക്ക് ആ പൊരുത്തം കിട്ടാൻ ഞാൻ അധ്വാനിച്ചു എന്നല്ല, എന്റെ അധ്വാനം കൊണ്ടാ കിട്ടിയത് എന്നല്ല. അവിടെയൊന്നും ഞാൻ എന്ന ചിന്ത ഉമർ ഇബ്നുൽ ഖത്താബിന്റെ നാവിൽ വരുന്നേ ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്, ദാലിക മന്നുൻ മന്നല്ലാഹു അലൈഹി ബിഹി, അത് ഉമറിന്റെ പവറല്ല,
കഴിവല്ല, ഉമറിന്റെ ഹിക്മത്തല്ല, ഉമറിന്റെ ബുദ്ധിയല്ല, ഉമറിന്റെ വിവരമല്ല, ഉമറിന്റെ അമലല്ല, അതെല്ലാം എന്റെ റബ്ബായ അല്ലാഹു എനിക്ക് തന്ന അനുഗ്രഹമാണ്. ഇബ്നു അബ്ബാസേ, റബ്ബിന്റെ അനുഗ്രഹത്തിന് നന്ദി കുറഞ്ഞു പോയോ എന്ന ചിന്തയല്ലേ എന്നെ വ്യാകുലപ്പെടുത്തുന്നത്. എന്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ് അത് മുഴുവനും. റബ്ബിന്റെ കോടതിയിൽ ഉമറിനെ ഹാജരാക്കി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ദുന്യാവും ദുന്യാവിലുള്ളത് മുഴുവനും കൊടുത്തിട്ട് രക്ഷപ്പെടാൻ വഴിയുണ്ടെങ്കിൽ അതിന് ശ്രമിക്കുമായിരുന്നു. പക്ഷേ അവിടെ ദുന്യാവ് കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന കോടതിയല്ലല്ലോ ഇബ്നു അബ്ബാസ്. വീണ്ടും അവിടുന്ന് വിങ്ങിപ്പൊട്ടി കരയുക തന്നെ. ഓ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ മനുഷ്യൻ അവന്റെ മനസ്സിൽ, അവന്റെ ജീവിതത്തിൽ അവനൊരിക്കലും ഞാനെന്ന ചിന്തയില്ല, ഞാൻ വലിയവനാണെന്ന ചിന്തയില്ല, എനിക്കെന്റെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന ചിന്തയില്ല, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ അതാ വലിയവനാണെന്ന ആലോചനയില്ല. മറിച്ച് അവരുടെ വിനയം വളരെ വലുതായി വലുതായി അവരതാ ഏത് സമയത്തും അവരെ കണ്ണ് നനയുന്നു. അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യരായ റബ്ബ് സുവിശേഷം അറിയിച്ച അടിമകളുടെ 9 ലക്ഷണങ്ങൾ ഖുർആൻ പറഞ്ഞപ്പോ കണ്ടില്ലേ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ. അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ജനങ്ങൾ. അല്ലാഹ് നീ തന്ന അനുഗ്രഹത്തിനൊന്നും വേണ്ടതുപോലെ നന്ദി ചെയ്തിട്ടില്ലല്ലോ റബ്ബേ. നീ തന്ന അനുഗ്രഹങ്ങൾ പലതുണ്ടായിട്ടും നീ വിരോധിച്ചത് പലതും എന്റെ ജീവിതത്തിൽ വന്നു പോയല്ലോ. നീ കൽപ്പിച്ചത് പലതും ഒഴിഞ്ഞു പോയല്ലോ റബ്ബേ. സുബ്ഹി നിസ്കാരം അതാ കൃത്യമായി വളരെ നേരത്തെ തന്നെ തഹജ്ജുദിന്റെ സമയത്ത് തന്നെ സാലിഹീങ്ങൾ എഴുന്നേറ്റിരുന്ന് അതാ അവരതാ ദിക്റും ദുആയും ഒക്കെ നടത്തി നന്നായി wudu ചെയ്ത് കുളിച്ച് അവരതാ നിന്റെ മുമ്പിൽ നീണ്ട തഹജ്ജുദ് നിസ്കരിച്ച് വീണ്ടും ഒരൽപ്പം കണ്ണ് ചിമ്മിയിട്ട് സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നേരത്തെ തന്നെ ജമാഅത്തിന് പങ്കെടുത്തവരല്ലേ സാലിഹീങ്ങൾ. റബ്ബേ, എന്റെ സുബ്ഹി നിസ്കാരം പലപ്പോഴും ഖളാ ആയിട്ടില്ലെങ്കിലും പിന്തിപ്പോയിട്ടുണ്ടല്ലോ അല്ലാഹ്. ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലാഹ്. ഞാൻ നിസ്കാരം ഖളാകാതെ നിസ്കരിച്ചുവെങ്കിലും ജമാഅത്ത് പലതും എനിക്ക് നഷ്ടപ്പെട്ടുവല്ലോ. സുന്നത്ത് നിസ്കാരം പലതും ഞാൻ കൈയൊഴിച്ചുവല്ലോ. ഹറാമൊന്നും ചെയ്തില്ലെങ്കിലും കറാഹത്തിന്റെ ജീവിതത്തിൽ വന്നു പോയല്ലോ അല്ലാഹ്. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര നല്ലവരും അവരുടെ ദുഷ്കർമ്മങ്ങളെ കുറിച്ച് ചിന്തിച്ച് സൽക്കർമ്മങ്ങൾ ചെറുതാക്കി കണ്ട് അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുന്നവർ അവരാണ് അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യരായ ശരിയായ മുഅ്മിനീങ്ങൾ, ആത്മീയതയുള്ള മുഅ്മിനീങ്ങൾ. അത്തായിബൂൻ, റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാണ് കേട്ടോ. ഒരിക്കലും ഞാൻ വളരെ ക്ലിയറായവൻ അങ്ങനെ ഒരു ചിന്ത ആരുടെ മനസ്സിലും കടന്നു പോകരുത്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് വിനയത്തിന്റെയും താഴ്മയുടെയും തൗബയുടെയും മനസ്സ് തരണം റഹ്മാനേ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാ വിഷയത്തിലും സീഡികളുണ്ട്, ആവശ്യമുള്ളവർക്ക് വാങ്ങി കേൾക്കാം. ഞാൻ കുറച്ച് സംസാരിച്ചു കൊണ്ട് നിർത്തും. ഇത് പറഞ്ഞാൽ എത്രയോ ദിവസം പറഞ്ഞാൽ എവിടെയും എത്താത്ത വിഷയമാണ്. സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന് ധാരാളം ആളുകൾ വന്നു. അല്ലാഹു അവർക്കൊക്കെ പ്രതിഫലം നൽകുമാറാകട്ടെ.
വന്നവരെയൊന്നും ബഹുമാനിക്കാനും സ്വീകരിക്കാനും ഈ പാവപ്പെട്ട എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിലെല്ലാവരും ക്ഷമിക്കണം. പക്ഷേ സമ്മേളനത്തിൽ വന്ന പലരും അന്ന് എന്നോട് തന്നെ സുവനീർ ചോദിച്ചു. കൊടുക്കാൻ കഴിഞ്ഞില്ല, കൊണ്ടുവന്നത് തീർന്നുപോയി. കുറച്ചുകൂടി ശേഷം ചിലർക്ക് കൊടുക്കാൻ വേണ്ടി അടിച്ചു. അതിൻ്റെ കോപ്പി കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്നവർക്ക് വാങ്ങാം എന്നറിയിക്കുന്നു. സിറാജുൽ ഹുദയുടെ കലണ്ടർ വാങ്ങാത്തവർക്ക് ഓരോ കലണ്ടർ എന്തായാലും വാങ്ങണം. അത് ഒരു ഷിആറാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ വിഷയത്തിലേക്ക് തന്നെ തിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരുപാട് സൽക്കർമ്മം ചെയ്തു അല്ലേ? സൽക്കർമ്മം ചെയ്തു, എത്ര സദഖ ചെയ്തു, എത്ര തസ്ബീഹ് ചൊല്ലി, എത്ര ദിക്ർ ചൊല്ലി, എത്ര നിസ്കരിച്ചു, എത്ര നോമ്പെടുത്തു അല്ലേ? നമ്മളൊക്കെ മനസ്സിലിങ്ങനെ നമ്മൾ ഈ സൽക്കർമ്മൊക്കെ അങ്ങനെ ഓർമ്മ വരും. അതേസമയത്ത് നമ്മൾ ചെയ്ത ദോഷമോ മറ്റവൻ ചെയ്ത ദോഷമൊക്കെ അങ്ങനെ ഓർമ്മ വരും. നമ്മൾ ചെയ്ത ദോഷമൊന്നും ഓർമ്മയില്ല. വേറെ പലരും ചെയ്ത തെറ്റുകൾ ഇങ്ങനെ നമ്മളെ മനസ്സിൽ, അവൻ അങ്ങനെ തെറ്റ് ചെയ്തു, ഇവൻ ഇങ്ങനെ തെറ്റ് ചെയ്തു, മറ്റവൻ അങ്ങനെ തെറ്റ് ചെയ്തു. നമ്മൾ ചെയ്ത തെറ്റോ അത് ഓർമ്മയില്ല. ഇത് ഒരു ആത്മീയ ചിന്തയുള്ളവന്റെ സ്വഭാവം അല്ല. നമ്മളെപ്പോഴും നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഓർമ്മിക്കണം. മറ്റുള്ളവരുടെ തെറ്റൊക്കെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കണം. നമ്മളെ തെറ്റ് അള്ളാഹു പുറത്തു തന്നില്ലെങ്കിലോ അത് ഭയപ്പെടണം. ഒന്നുകൂടി ഞാൻ പറയാം. എത്ര കൊല്ലമായി നിസ്കാരം തുടങ്ങിയിട്ട്, എത്ര കൊല്ലമായി വഅദ് പറയാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലമായി ദർസ് നടത്താൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലമായി പല പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ എന്റെ കാര്യം ഞാൻ പറയട്ടെ, 50ഓളം വയസ്സിൽ ജീവിതത്തിൽ ഇന്ന് വരെ നിസ്കരിച്ച ഒരു നിസ്കാരം, 80ഓളം വയസ്സിൽ ഇന്ന് വരെ കൈകൊണ്ട് കൊടുത്തൊരു നയാകാശ്, 50ഓളം വയസ്സിൽ ഇന്ന് വരെ എടുത്ത നോമ്പ്, ചെയ്ത ഹജ്ജ്, സകാത്ത്, ധർമ്മം, സദഖ, ദിക്ർ, ഖുർആൻ പാരായണം, വഅദ്, ഏത് സൽക്കർമ്മം ചെയ്തോ ഈ പാവപ്പെട്ടവൻ, ഈ സൽക്കർമ്മങ്ങളിൽ ഒന്നുപോലും, ഒരു സൽക്കർമ്മം പോലും ഈ പാപിയായ എന്റെ ഇബാദത്ത് എന്റെ യജമാനൻ സ്വീകരിച്ചു എന്നതിന് എനിക്കൊരു കടലാസും കിട്ടിയിട്ടില്ല. എന്റെ ഒരു നിസ്കാരം എന്റെ റബ്ബ് സ്വീകരിച്ചു എന്നതിന് എനിക്കൊരു റെസീപ്റ്റും കിട്ടിയിട്ടില്ല. എന്റെ വഅദ് റബ്ബ് സ്വീകരിച്ചു എന്നതിന് എനിക്കൊരു റെസീപ്റ്റും കിട്ടിയിട്ടില്ല. എന്റെ യജമാനന് എന്റെ നിസ്കാരം ആവശ്യമില്ല, എന്റെ യജമാനന് എന്റെ ധർമ്മം ആവശ്യമില്ല, എന്റെ യജമാനന് എന്റെ വായാടിത്വം ആവശ്യമില്ല, എന്റെ യജമാനന് എന്റേതൊന്നും ആവശ്യമില്ല, ഞാനും ആവശ്യമില്ല. അവനെന്റെ അമലുകൾ കബൂൽ ചെയ്തു എന്നതിന് എനിക്കൊരുറപ്പും കിട്ടിയിട്ടില്ല. അതേ സമയത്ത് ഓ മുസ്ലിമീങ്ങളെ, ഞാൻ എന്റെ ജീവിതം അമ്പിയാക്കളെ പോലെ ജീവിച്ചിട്ടില്ല, മലക്കുകളെ പോലെ നടന്നിട്ടില്ല, ഖുത്ബുകളെ പോലെ ചിന്തിച്ചിട്ടില്ല. ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന പാവപ്പെട്ടവൻ പലപ്പോഴും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ചലനത്തിലും അടക്കത്തിലും നോട്ടത്തിലും അതേ പലതിലും എന്റെ റബ്ബ് ഇഷ്ടപ്പെടാത്തത് വന്നിട്ടുണ്ടാകാം. ആ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, അതൊന്നും തന്നെ എന്റെ രാജാവ് എനിക്ക് പൊറുത്തു തന്നിട്ടുണ്ട് എന്നതിന് എനിക്കൊരുറപ്പും ലഭിച്ചിട്ടില്ല. ഇനി ചോദിക്കട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? മഹാനായ ഇബ്നുൻ നബാത്തുൽ മിസ്രി തങ്ങൾ പറഞ്ഞതുപോലെ താടിയും മീശയും ഒക്കെ നരച്ചു വരുമ്പോ അതാ വാഴക്കയുടെ പച്ചക്കളറുള്ള ആ വാഴക്കയുടെ കായയുടെ തോലിന്റെ കളറ് മഞ്ഞളിച്ച് വരുമ്പോൾ വാഴക്കുല കൊത്താനായി ഇരിയാറായി
എന്നതിന് തെളിവല്ലേ? അതുപോലെ അതാ താടിയിലും മീശയിലുമൊക്കെ രോമങ്ങൾ നരച്ച് നരച്ച് വരുമ്പോ ഇത് അതാ ഇരിയാറായിട്ടുണ്ട്, കൊത്തിയെടുക്കാറായിട്ടുണ്ട് എന്നതിന് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയില്ലേ? ഇന്ന് വരെ എന്നെ പോറ്റി വളർത്തിയ രാജാവ്, എനിക്ക് വെള്ളം തന്ന രാജാവ്, ഓക്സിജൻ തന്ന രാജാവ്, എനിക്ക് കാണാൻ കണ്ണ് തന്ന രാജാവ്, കേൾക്കാൻ കാത് തന്ന രാജാവ്, ചിന്തിക്കാൻ മനസ്സ് തന്ന രാജാവ്, സംസാരത്തിന് നാവ് തന്ന രാജാവ്, എനിക്കെല്ലാം എല്ലാം തന്ന രാജാവ്. വാസ്തവത്തിൽ അവൻ എന്നെ പടച്ചത് അവനെ അറിയാനല്ലേ, അവനെ ഇബാദത്ത് എടുക്കാനല്ലേ, അവനെ അനുസരിക്കാനല്ലേ, അവന് തലകുനിക്കാനല്ലേ, അവനെ ചിന്തിക്കാനല്ലേ? അവന്റെ പ്രതിനിധികൾ ആദ്യം തന്നെ അല്ലാഹു അക്ബർ എന്നെ കേൾപ്പിച്ചതല്ലേ? വീണ്ടും അവന്റെ ഭവനങ്ങളിൽ നിന്ന് ഓരോ ദിവസവും ഉറക്കെ 6 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് ഞാൻ കേട്ടതല്ലേ? പിന്നെയും അതാ 5 നേരവും അത് ആവർത്തിച്ച് കേട്ടതല്ലേ? പിന്നെയും പിന്നെയും കേട്ടതല്ലേ? ആ റബ്ബിനെന്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ആ റബ്ബിന്റെ ഭൂമിയിൽ ജീവിച്ച് താമസിക്കുമ്പോ ഈ പാവപ്പെട്ട എന്നോട് തെറ്റുകൾ വന്നു പോയില്ലേ? അവൻ പൊരുത്തപ്പെടാത്തത് ചെയ്തു പോയില്ലേ? അവൻ ഇഷ്ടപ്പെടാത്തത് സംഭവിച്ചു പോയില്ലേ? അവൻ പാടില്ലെന്ന് പറഞ്ഞതിലേക്ക് കണ്ണ് തിരിഞ്ഞു പോയില്ലേ? അവൻ കേൾക്കരുതെന്ന് പറഞ്ഞത് കേട്ടുപോയില്ലേ? അവൻ പറയരുതെന്ന് പറഞ്ഞത് പറഞ്ഞു പോയില്ലേ? അങ്ങനെ ആ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് പല പല തെറ്റുകളും വന്നു പോയ മനുഷ്യൻ, ആ മനുഷ്യനെന്തേ ചിന്തിക്കാത്തത്? ആ റബ്ബ് എന്റെ ദോഷങ്ങൾ പൊറുത്തു എന്നതിന് ഒരുറപ്പും കിട്ടിയില്ല. അവരെന്റെ സൽക്കർമ്മം സ്വീകരിച്ചു എന്നതിന് ഒരു റെസീപ്റ്റും കിട്ടിയില്ല. പിന്നെ മനുഷ്യൻ ഞാനൊരു നല്ലവനായി എന്ന് ചിന്തിക്കാൻ വകുപ്പ് എവിടെയാണ് മുസ്ലിമീങ്ങളെ? അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ജനങ്ങൾ അവരെപ്പോഴും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി മാപ്പ് പറയുന്നവരാണ് കേട്ടോ. അൽ ആബിദൂൻ, അവർ അല്ലാഹുവിന് വേണ്ടി മാത്രം ഇബാദത്തുകൾ നിർവഹിക്കുന്നവരാണ്. ചാനലിൽ പ്രത്യക്ഷപ്പെടാനല്ല, പേപ്പറിൽ പേര് കാണാനും ഫോട്ടോ കാണാനുമല്ല, ജനങ്ങൾക്കിടയിൽ സ്ഥാനം ലഭിക്കാനല്ല, ജനങ്ങൾ സ്വാഗതവും നന്ദിയും പറയാനല്ല, ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാനല്ല, കാര്യലാഭം ലഭിക്കാനല്ല. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർ, കാണാൻ കണ്ണ് തന്ന റബ്ബ്, സംസാരത്തിന് നാവ് തന്ന റബ്ബ്, സുബ്ഹാനല്ലാഹ് ഊണും ഉറക്കും തന്ന റബ്ബ്, ഉണർവും ഉന്മേഷവും തന്ന റബ്ബ്, എല്ലാം തന്ന റബ്ബ്. ആ റബ്ബ് തന്ന അനുഗ്രഹത്തിനുണ്ടോ കണക്ക് മുഅ്മിനീങ്ങളെ? ഞാൻ ഓർക്കുന്നു, വടകര ടൗണിലൂടെ നടന്നു വരുമ്പോ ഹോട്ടലിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി എറിഞ്ഞ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഒട്ടിപ്പിടിച്ച ഇലകൾ, ആ ഇലകളിൽ നിന്ന് കാക്കയും നായയും ഭക്ഷണം കഴിക്കുമ്പോ ഒരു മനുഷ്യൻ ഓടി വന്ന് ഒരു ഇലയെടുത്ത് നിലത്ത് വിരിച്ചു. മറ്റുള്ള ഇലകളിൽ ഒട്ടിപ്പിടിച്ച ഭക്ഷണം കൈകൊണ്ട് തുടച്ചെടുത്തൊരിലയിൽ സമാഹരിച്ച് അദ്ദേഹം അത് വാരി തിന്നുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിൽ കണ്ടു. ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെ, അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് എത്ര അഭിമാനത്തോടെയാ ഭക്ഷണം തന്നത്? നമുക്കുണ്ടോ റബ്ബ് വല്ല വിഷമവും തന്നിരിക്കുന്നു? എന്തെങ്കിലും പ്രയാസം തന്നിരിക്കുന്നു? ഇങ്ങനെ ജീവിക്കുന്നവരും ലോകത്തുണ്ട്. എന്നാൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ വളരെ വൃത്തിയുള്ള ഭക്ഷണം തന്ന റബ്ബ്, അതുപോലെ എല്ലാ അവയവങ്ങളും തന്ന റബ്ബ്, ആരോഗ്യം തന്ന റബ്ബ്, എല്ലാ നിയമത്തും ചൊരിച്ചു തന്ന റബ്ബ്, ആ റബ്ബിനെ സ്തുതിക്കേണ്ടതില്ലേ?
അവനെ പുകഴ്ത്തേണ്ടതില്ലേ? അതല്ലേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. മനുഷ്യന്റെ നന്മ തൂക്കുന്ന ത്രാസിൽ നിറക്കുന്ന ദിക്റാണ് അൽഹംദുലില്ലാഹ്. ധാരാളം ചൊല്ലേണ്ട ദിക്ർ. അതാണ് റബ്ബ് പറയുന്നു, അത്തായിബൂനൽ അബിദൂനൽ ഹാമിദൂൻ. തൗബ ചെയ്യുന്നവർ, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നവർ, അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവർ. ഞാൻ കുട്ടിക്കാലത്ത് കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു തങ്ങളെ കാണാൻ ചെന്നു. ദലായിലുൽ ഖൈറാത്ത് സലാത്തിന്റെ ഇജാസത്ത് തരാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു. മഹാനവറുകളെ കണ്ട സമയത്തൊക്കെയും കണ്ട കാഴ്ച അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. ആവർത്തിച്ചാവർത്തിച്ച് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു ആ നാവിലൂടെ. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. അല്ലാഹുവിൽ തന്നെ മനസ്സിലയിച്ച് അല്ലാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ജോലിയായി അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന മഹാന്മാർ അത്തായിബൂനൽ അബിദൂനൽ ഹാമിദൂൻ. എപ്പോഴും അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാകണം. അല്ലാഹു ചെയ്ത നിഅമത്തുകൾ എടുത്തു പറയുന്നവരാകണം. ഒരിക്കലും അല്ലാഹു തന്ന മുസീബത്തുകൾ പറഞ്ഞു നടക്കരുത്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അല്ലാഹു തന്ന മുസീബത്തുകൾ എടുത്തു പറയരുത്, അത് മൂടി വെക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവിനോട് നെഞ്ഞത്ത് കയ്യിന്റെ മുട്ടുകൊണ്ട് കുത്തിപ്പോയി. അല്ല, കുത്തിപ്പോയോ, വേദനിച്ചോ? ഉടനെ അവൾ ഇല്ല, വേദനയില്ല, നല്ലോണം വേദനയായിരിക്കുന്നു, പക്ഷേ അത് പുറത്തു പറയുന്നില്ല. ഭർത്താവിനോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഷൂ ധരിച്ച ഉസ്താദിന്റെ ഷൂ കൊണ്ട് ശിഷ്യന്റെ കാലും വെച്ച് ചവിട്ടിപ്പോയി. നല്ലോണം വേദനയായി. മോനെ ചവിട്ടിപ്പോയോ? ഇല്ല. അല്ല, വേദനയോ? ഇല്ല ഉസ്താദ്, ഇല്ല. നല്ലോണം വേദനയായിരിക്കുന്നു. ഉസ്താദ് കാണാതെ ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് പോയിട്ട് ബാത്റൂമിന്റെ അടുത്ത് പോയിട്ട് കാലിങ്ങനെ ഒഴിയാൻ. ഉസ്താദിനോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്. അപ്പൊ സ്നേഹിക്കപ്പെടുമ്പോൾ, ബഹുമാനിക്കപ്പെടുമ്പോൾ ആ ബഹുമാനിക്കുന്നവരിൽ നിന്ന്, സ്നേഹിക്കുന്നവരിൽ നിന്ന് നമുക്ക് വേദനയുണ്ടാകുന്ന, വിഷമമുണ്ടാകുന്ന വിഷയം വന്നാൽ അത് പ്രകടിപ്പിക്കൂല, സ്നേഹമാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള മനുഷ്യന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോടാണ്. അതുകൊണ്ട് അല്ലാഹുവിങ്കൽ നിന്ന് കിട്ടുന്ന ഉണ്ടാകുന്ന മുസീബത്തുകൾ അത് പറഞ്ഞു നടക്കൂല. അല്ല ചെയ്ത നിഅമത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ പലരും നേരെ തല തിരിച്ച അല്ല ചെയ്ത നിഅമത്ത് പറയൂല, അല്ലാഹു ചെയ്ത നിഅമത്ത് പറയൂല, അത് മൂടി വെക്കും. ഉദാഹരണത്തിന്, ഒരാള് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് ഒരു പവന് തരണം എന്ന് ഒരു മുതലാളിനോട് പോയി പറയുമ്പോ, എല്ലാ മുതലാളിമാരും ഒരുപോലെയല്ല കേട്ടോ. അയാൾ ഉടനെ തന്നെ, ഉസ്താദേ ഇപ്പൊ സാമ്പത്തിക മാന്യാണ്, കച്ചവടമൊന്നും തീരെ ഇല്ല, ദുബായിലൊക്കെ വളരെ പോക്ക. സുബ്ഹാനല്ലാഹ്, ഇയാൾ വന്നത് 4 വിസയും കൊണ്ടാ. ഇത്ര പോക്കാണെ പിന്നെ ഇതിനാ 4 വിസയും കൊണ്ട് വന്ന ഇയാള്. പിന്നെ ഇയാളെ വിഷമങ്ങൾ ഇങ്ങനെ പറയാൻ. കച്ചവടം മുമ്പൊക്കെ ഉള്ള കച്ചവടം ഒന്നും ഇപ്പൊ ഇല്ല. എന്നാ മുമ്പ് എപ്പോഴെങ്കിലും ചെന്നപ്പോ ഇപ്പൊ നല്ല കച്ചവടം ഉണ്ടെന്ന് മുമ്പ് പറഞ്ഞിരുന്നോ? അവര് പറഞ്ഞിട്ടില്ല.
നിഅമത്ത് പറയൂല, പ്രശ്നം ഇങ്ങനെ പറയും. ഇത് മുഅ്മിനായ മനുഷ്യന് അനുയോജ്യമല്ല. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു ചെയ്ത നിഅമത്ത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാഹ് എനിക്ക് അങ്ങനെ തന്നു, ഇങ്ങനെ തന്നു, അത് കിട്ടി, ഇത് കിട്ടി, അങ്ങനെ കിട്ടിയത് പറയണം. അഹങ്കാരത്തിന്റെ വഴിയിലല്ല, അല്ലാഹുവിനെ പുകഴ്ത്തുന്ന വഴിയിൽ പറയണം. അതേ സമയത്ത് അല്ലാഹു കൊടുത്ത മുസീബത്ത് അത് സാരമില്ല, അത് സാരമില്ല എന്ന നിലക്ക് മൂടിവെക്കണം. അതാണ് സാലിഹീങ്ങളെ പതിവ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സർവ മഹാന്മാരും അത് വിശദീകരിക്കുന്നുണ്ട്. മുസീബത്തുകൾ മൂടിവെക്കുക. ഇദാ സാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് വന്നാൽ അവരെ വാക്ക് ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, അവന്റെ ഇഷ്ടപ്രകാരം തീരുമാനിക്കുന്നു, അവന്റെ ഭരണം, അവന്റെ ഇഷ്ടം. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. അതുകൊണ്ട് എന്ത് മുസീബത്തുണ്ടെങ്കിലും അതിനൊക്കെ അല്ലാഹു പ്രതിഫലം തരും. സന്തോഷത്തോടെ കൈനീട്ടി സ്വീകരിക്കുന്നു. നോക്കൂ സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകത്ത് അല്ലാഹു ഏറ്റവും ബഹുമാനിച്ച മഹാനാരാണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ മുഴുവനും കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ മുഴുവനും കുട്ടിക്കാലത്ത് വിട പറഞ്ഞു പോയില്ലേ? എത്ര വലിയ മുസീബത്താണ്! പക്ഷേ ആ മുസീബത്ത് കൊണ്ട് പല ഫലങ്ങളുമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കതിലൂടെ വലിയ സ്ഥാനം കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉമ്മമാരെ, 3 കുട്ടികൾ ഒരാൾക്ക് മരിച്ചാൽ അവർക്ക് സ്വർഗം ലഭിക്കാൻ അത് കാരണമാണെന്ന് പറഞ്ഞപ്പോ 2 കുട്ടി മരിച്ചാലോ എന്ന് ചോദിച്ചില്ലേ? 2 കുട്ടി മരിച്ചാലും അതാ സ്വർഗത്തിൽ കിട്ടാൻ കാരണം തന്നെ. 1 കുട്ടി മരിച്ചാലോ എന്ന് ചോദിച്ചപ്പോ 1 കുട്ടി മരിച്ചാലും അങ്ങനെ തന്നെ. ഓ പറയട്ടെ, മുസീബത്തുകൾ കൊണ്ട് ധാരാളം ഫലങ്ങൾ അല്ലാഹു തരും. അതുകൊണ്ട് തന്നെ മുസീബത്തുണ്ടാകുന്ന സമയത്ത് പ്രയാസമുണ്ടെങ്കിലും അതിനെല്ലാം പ്രതിഫലം കിട്ടുമെന്ന നിലക്ക് ക്ഷമിക്കാനും പൊറുക്കാനും വേവലാതിപ്പെടാതിരിക്കാനും നമുക്ക് സാധിക്കണം. അത് റബ്ബിനോടുള്ള സ്നേഹമാണ്. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. എന്റെ റബ്ബായി ഞാൻ അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടു, അവൻ എന്ത് തന്നാലും എനിക്ക് സംതൃപ്തിയാണ്. പിന്നെയോ വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ഞാൻ ദീനായി പൊരുത്തപ്പെട്ടു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ, നബിയും റസൂലുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ പൊരുത്തപ്പെട്ടു. 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലാനാ പറഞ്ഞത്, രാവിലെയും വൈകുന്നേരവും. കാരണം അള്ളാഹുവിന്റെ മുഴുവൻ തീരുമാനങ്ങളിലും അവന്റെ മുഴുവൻ ഭരണത്തിലും സംതൃപ്തി ഉണ്ടാകുന്നതിന്റെ പുറമെ രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം അത് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുന്ന അടിമയാണ് ആത്മീയതയുള്ള അടിമ കേട്ടോ. പടച്ചവൻ എന്ത് തന്നാലും ആ തന്നതിൽ ക്ഷമിക്കാൻ കഴിയണം, പൊരുത്തപ്പെടാൻ കഴിയണം. മനസ്സിന്റെ ഉള്ളിൽ കംപ്ലൈന്റ് പാടില്ല. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ മരിച്ചതിന്റെ പേരിൽ മൊട്ടയടിച്ചാൽ അത് ഹറാമാണെന്ന് പണ്ഡിതന്മാര് പറയും. മരിച്ചതിന്റെ പേരിൽ കറുത്തത് കുത്തിയാൽ അത് പാടില്ലെന്ന് പറയും. മരിച്ചതിന്റെ പേരിൽ ദുഃഖാചരണം നടത്തിയാൽ അത് പാടില്ലെന്ന് പറയും. എന്തുകൊണ്ട്? ഇസ്ലാമിൽ ദുഃഖാചരണമില്ല. ഇസ്ലാം അള്ളാഹുവിന്റെ തീരുമാനത്തെ 2 കൈയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആശയമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ മഹാന്മാര് മുസീബത്തുകൾ മൂടിവെക്കും, നിഅമത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അൽഹംദുലില്ലാഹ്. ആവർത്തിച്ച് അള്ളാഹുവിനെ സ്തുതിക്കണം.
അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത്തായിബൂനൽ അബിദൂനൽ ഹാമിദൂൻ അസ്സായിഹൂൻ, അല്ലാഹുവിന് വേണ്ടി എന്തും സമർപ്പിക്കണം, എന്തും ത്യജിക്കണം. മനുഷ്യൻ ഭക്ഷണം കൈയൊഴിച്ച്, വെള്ളം കൈയൊഴിച്ച്, വികാരങ്ങളൊക്കെയും കൈയൊഴിച്ച് അല്ലാഹുവിന് നോമ്പെടുക്കാൻ സന്നദ്ധരാകുന്നവർ ആത്മീയതയുള്ള മഹാന്മാരെ ലക്ഷണം ഖുർആൻ പറയുകയാണ്. അത്തായിബൂനൽ അബിദൂനൽ ഹമീദൂന സായിഹൂൻ, പിന്നെയോ അർറാകിഊന സാജിദൂൻ, റുകൂഉം സുജൂദും ചെയ്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവർ. നിസ്കരിക്കാത്ത മനുഷ്യനൊരു ആത്മീയതയുമില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ വടകര തരീഖത്തുകാരെ ബുക്ക് വായിച്ചു നോക്കി. വടകര തരീഖത്ത് എന്നിട്ട് തരീഖത്തുണ്ട്, മലപ്പുറം ജില്ലയിലാണ് അതിന്റെ ആൾക്കാരുള്ളത്. ഞങ്ങളെ ബൈക്കൊന്നും ആരുമില്ല. പക്ഷേ ശൈഖ് അവിടെയാ ഉള്ളത്. ഈ വടകര തരീഖത്തിന്റെ തങ്ങളെ പഴയ ബുക്ക് കുറ്റിപ്പുറത്ത് നിന്ന് എനിക്ക് കിട്ടി. ഞാനത് വായിച്ചു നോക്കി. അതിൽ പറയുന്നു 5 നേരത്തെ നിസ്കാരം ഇല്ല. പിന്നെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് അലാ സ്വലാത്തിഹിം ദായിമൂൻ, എപ്പോഴും നിസ്കാരത്തിലായിരിക്കണം. 24 മണിക്കൂർ നിസ്കാരത്തിൽ കക്കൂസും നടക്കും. ഇതാണ് വടകര തരീഖത്തിന്റെ ബുക്കിൽ പറയുന്നത്. ഓ മുസ്ലിമീങ്ങളെ, മഹാന്മാരായ ഇമാമീങ്ങളെ വിട്ടുകൊണ്ട് ആര് ഖുർആൻ നോക്കിയോ അവര് മുഴുവനും പിഴച്ചുപോയി. പരിശുദ്ധ ഖുർആൻ ഇമാമീങ്ങളിലൂടെ മനസ്സിലാക്കിയ ഒരു സത്യത്തിൽ ഉറച്ചു നിന്നു. അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഞാനത് വിശദമായി എൻ്റെ 8ാം ഖണ്ഡനത്തിൽ പറഞ്ഞിട്ടുണ്ട്. CD ഇറങ്ങുമ്പോൾ കേൾക്കാം. ഓ മുസ്ലിമീങ്ങളെ, ഖുർആനിനെ പരിചയപ്പെടുത്തിയത് ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്ന ഗ്രന്ഥമെന്നാണ്. എല്ലാവർക്കും സന്മാർഗം ലഭിക്കുന്ന ഗ്രന്ഥമെന്നല്ല. മുത്തഖീങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്ന ഗ്രന്ഥം, എല്ലാവർക്കും സന്മാർഗം ചൂണ്ടിക്കാണിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. പക്ഷേ അത് ലഭിക്കൽ മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. ആ മുത്തഖീങ്ങളാണ് സ്വർഗത്തിൽ. ഖുർആൻ പറഞ്ഞില്ലേ, ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടതാണ് സ്വർഗം. ആ മുത്തഖീങ്ങൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. അതിലൊന്നാണ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണവർ. അതുകൊണ്ടാണ് അവരെ മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ള റബീഉൽ അവ്വൽ മാസം വരുമ്പോ അവരത് ആ ബിരിയാണി വെച്ച് വിളമ്പുന്നു. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്ന മുത്തഖീങ്ങൾ സ്വർഗത്തിലാണെന്ന് ഖുർആൻ. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് തന്നെ ധാരാളമാണ്. ഓ മുസ്ലിമീങ്ങളെ, ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. പുതിയ വീടുണ്ടാക്കി താമസിക്കുന്ന ദിവസം ഞങ്ങളെ നാട്ടിലൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന പതിവുണ്ട്. മലപ്പുറം ജില്ലയിലില്ലേ അല്ലേ? എന്നാൽ നിങ്ങളത് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ വീടുണ്ടാക്കി താമസിക്കുമ്പോ അന്ന് ബിരിയാണി വെച്ച് കൊടുത്തതായി ബുഖാരിയിലുണ്ടോ? അല്ല മറ്റെന്തെങ്കിലും സദ്യ കൊടുത്തത് ഹദീസിലുണ്ടോ? സുബ്ഹാനല്ലാഹ്, ചിലർക്ക് റസൂലുള്ള ചെയ്താലേ ബിരിയാണി പറ്റൂ. എന്നാൽ അവരൊരു പുതിയ വീടും ഉണ്ടാക്കി നിർമ്മിച്ച് അവിടുന്ന് ഭക്ഷണം വിതരണം ചെയ്യുമ്പോ ആ വീട്ടുമുറ്റത്തെനി കാണാൻ പാടില്ല കേട്ടോ. അള്ളാന്റെ റസൂൽ അങ്ങനൊരു ഗ്രഹപ്രവേശന പരിപാടി നടത്തിയിട്ടില്ല. അന്ന് ഭക്ഷണം കൊടുത്തിട്ടില്ല. ഇതുപോലെ പറയട്ടെ, മകളെ കല്യാണത്തിന് ഭക്ഷണം കൊടുക്കുന്നത് കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളെ കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്തത് ഹദീസിലുണ്ടോ?
അതുണ്ടെങ്കിലേ പറ്റൂ എന്ന് പറയുന്നവരോടാണ് ചോദ്യം. ഇനിയും ഞാൻ പറയട്ടെ, അതാ മകളെ കല്യാണത്തിനൊരു ഖതീബിനെയും കൂട്ടി പോകുന്നത് കാണുന്നു നിക്കാഹ് നടത്താൻ. നമ്മളെ ഖതീബാകുമ്പോൾ തലപ്പാവുണ്ടാകും, അല്ലാത്തവരെ ഖതീബാകുമ്പോൾ അവർക്ക് തലപ്പാവുമില്ല, തൊപ്പിയുമില്ല, നീണ്ട താടിയുണ്ടാകും. എന്നാ മുസ്ലിമേ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളുടെ നിക്കാഹിന് പോകുമ്പോ, സഹാബത്ത് മകളെ നിക്കാഹിന് പോകുമ്പോ ഒരു ഖതീബിനെയും കൂട്ടിപ്പോയിട്ട് നിക്കാഹിന്റെ വാചകം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞൊരു സംഭവം ഹദീസിലുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊക്കെ എവിടുന്ന അനുവദനീയമായത്? ഇതൊക്കെ ബിദ്അത്തല്ലേ? അതെ, ഇതൊക്കെ തള്ളേണ്ടതല്ലേ? ബിദ്അത്തെല്ലാം തള്ളേണ്ടതെന്നല്ലേ വാദം? ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്ന മുത്തഖീങ്ങൾ സ്വർഗത്തിലാണെന്ന് ഖുർആൻ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് ഖുർആൻ മതി. ആ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതാണ് സന്തോഷ സമയത്ത് ചെലവഴിക്കണം. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബി ദിക്രി മൗലിദി അഹ്മദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ തന്നെ സഹോദരന്മാരെ ഇരിക്കട്ടെ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. അതാ പരിശുദ്ധ ഖുർആൻ മുത്തഖീകളാണ് സ്വർഗത്തിലെന്ന് പറഞ്ഞു. ഇനി അതേ ഖുർആൻ തന്നെ പറയുന്നു മുത്തഖീങ്ങൾക്ക് ഇമാമ് വേണം. അതാണ് മഹാന്മാരുടെ പ്രാർത്ഥന. ഖുർആൻ പഠിപ്പിക്കുന്നു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കി തരണമെന്ന് മഹാന്മാർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നാ പറയുന്നത്. അപ്പൊ മുത്തഖീങ്ങൾക്ക് ഇമാമ് വേണം. ഇമാമീങ്ങളിലൂടെ ഖുർആൻ മനസ്സിലാക്കിയവർ പിഴച്ചു പോകൂല. അവര് സ്വർഗത്തിലാണ്, അവര് മുത്തഖീങ്ങളാണ്, ഖുർആൻ ഫലം ചെയ്യുന്നവരാണ്. അതേ സമയത്ത് ഇമാമീങ്ങളെ തള്ളിയിട്ട് ഖുർആൻ നോക്കിയാലോ അവരതാ ഇസ്ലാമെന്ന് കുഫറിലേക്ക് ചാടി ചാടി പോകുന്നു. അതാ അമ്പ് തെറിക്കും പോലെ ഇസ്ലാമിൽ നിന്ന് ഖുർആൻ ഓതി പറയുന്ന ഒരു കൂട്ടർ തെറിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലില്ലേ. ഖുർആൻ ഓതി പറയുന്നവര് തന്നെ പക്ഷേ ഇസ്ലാമിൽ നിന്ന് തെറിക്കുന്നു. എന്താ കാരണം? വിവരമുള്ളവരെ സ്വീകരിക്കാൻ അല്ലാഹു പറഞ്ഞിട്ട് അതവര് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബൂർ. തെളിവുകളെ സംബന്ധിച്ചും ഗ്രന്ഥങ്ങളെ കുറിച്ചും അറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് അറിവുള്ള പണ്ഡിതന്മാരെ അവലംബിച്ച് ജീവിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ തയ്യാറില്ലാതെ അതാ സ്വന്തമായി തന്നെ ഖുർആൻ നോക്കി മതം പറയാൻ ഇറങ്ങിയവർ ഇസ്ലാമിൽ കുഫറിലേക്ക് നീങ്ങുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പഠിപ്പിച്ചു അതാ അർറാകിഊന സാജിദൂൻ. 24 മണിക്കൂറും മനസ്സിൽ ഇങ്ങനെ പടച്ചവനെ ഓർമ്മിച്ച് നടന്നാൽ പോരാ. റുകൂഉം സുജൂദും ചെയ്തുകൊണ്ടുള്ള നിസ്കാരം തന്നെ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. ഫർളും സുന്നത്തും എടുക്കുന്നവരാകണം. അങ്ങനെ അർറാകിഊന സാജിദൂൻ. നിസ്കാരം ഖളാ ആക്കിയിട്ടൊരാത്മീയതയില്ല, നിസ്കാരം കൈയൊഴിച്ചിട്ടൊരു തരീഖത്തില്ല, അള്ളാഹുവിന്റെ ഇബാദത്ത് വിട്ടുകൊണ്ട് ഒരു തരീഖത്തുമില്ല, ഒരാത്മീയ വഴിയുമില്ല. പിന്നെയും റബ്ബ് പറയുന്നു അർറാകിഊന സാജിദൂന അൽആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി. നല്ല കാര്യം കൽപ്പിക്കുന്നവരാകണം, ചീത്ത കാര്യം വിരോധിക്കുന്നവരാകണം. ആളുകൾ എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ എന്തിനാ പറയാൻ പോകുന്നത്, നമ്മൾ എന്തിനാ പ്രവർത്തിക്കാൻ പോകുന്നത്? ചിലരങ്ങനെയുണ്ട്. എന്തിനാണൊരു SYS, എന്തിനാണൊരു SSF, എന്തിനാണൊരു സംഘടന, എന്തിനാണൊരു പ്രഭാഷണം, എന്തിനാണൊരു ക്ലാസ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഓ മുസ്ലിമേ, സ്വന്തമായി നന്നായി നടന്നാൽ പോരാ,
ആത്മീയത നിലനിൽക്കണോ, ആത്മീയത ഉണ്ടാകണോ, റബ്ബുമായുള്ള വാഗ്ദത്തം നിറവേറ്റണോ, റബ്ബുമായി നടത്തിയ കച്ചവടം പുലർത്തണോ, അതാ അത് നടക്കണമെങ്കിൽ നിങ്ങൾ അല്ലാഹുമായി നടത്തിയ കച്ചവടം നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ അതിനാവശ്യമായ വിഷയങ്ങളാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി. നല്ല കാര്യം കൽപ്പിക്കുന്നവനാകണം, ചീത്ത കാര്യം വിരോധിക്കുന്നവനാകണം. സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ പോരാ, ത്യാഗത്തിന് സന്നദ്ധരാകണം. അതേ അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി വൽഹാഫിളൂന ലിഹുദൂദില്ലാഹ്. അല്ലാഹുവിന്റെ അതിരുവരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം. അല്ലാഹുവിന്റെ അതിരുവരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം. ഈ 9 കാര്യമുള്ളവർ അവരാണ് ആത്മീയതയുള്ളവർ. ഇത് വിശാലമായൊരു വിഷയമാണ്. ഞാൻ ഒറ്റ ചരിത്രം പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്തുന്നു. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കട്ടെ. അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ എല്ലാ രംഗത്തും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക രംഗം. ഒരു നയാകാശ് പോലും അള്ളാഹു പൊരുത്തപ്പെടാത്തത് കയ്യിൽ പെട്ടുപോകരുത്. വളരെ സൂക്ഷ്മമായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. എവിടെയും എപ്പോഴും മാനബത്തമിനൽ ഹറാമി ഫന്നാറു ഔലാബിഹി. ഹറാമിലൂടെ വളർന്നു വരുന്ന മാംസം നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ ആനത്തു താലിബീനിലാണെന്ന് എനിക്ക് തോന്നുന്നു, അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റും ദുആക്കും നിൽക്കാതെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ജമാഅത്ത് കഴിഞ്ഞ ഉടനെ ഒരൊറ്റ ഓട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അബൂ ദുജാന, നിനക്ക് അല്ലാഹുവിനോടൊന്നും പറയാനില്ലേ? അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നബിയേ, എൻ്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനയുണ്ട്, അതിൻ്റെ മേലെ ഈത്തപ്പഴം പഴുത്തിട്ടുണ്ട്. എൻ്റെ വീട് പട്ടിണി കിടക്കുന്ന വീടാണ്, എൻ്റെ മക്കൾ പട്ടിണിയിലാണ്. രാത്രിയിൽ ഈത്തപ്പഴം എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കൊഴിഞ്ഞു വീണാൽ അതിരാവിലെ എൻ്റെ മക്കളെടുത്ത് തിന്നു പോകും നബിയെ. അത് അന്യൻ്റെ ഈത്തപ്പഴമാണ്. അത് ഭയപ്പെട്ടിട്ട് ഞാൻ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ ഇരുട്ടിൽ തന്നെ ഓടിപ്പോയി എൻ്റെ അയൽവാസിയുടെ ഈത്തപ്പഴങ്ങൾ പെറുക്കിയെടുത്ത് അദ്ദേഹത്തിൻ്റെ വളപ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ഓടുകയാണ് നബിയേ. എൻ്റെ മക്കൾ അന്യൻ്റേത് തിന്നുപോയാലോ? ഓ ബിസിനസ്സുകാരേ, ഓ തൊഴിലാളികളെ, ഓ മുതലാളിമാരെ, സ്വർഗം വഅദ് പറയുന്ന മുസ്ലിയാർക്ക് മാത്രമല്ല, മുദർരിസിന് മാത്രമല്ല, മുഅല്ലിമിന് മാത്രമല്ല, സ്വർഗം എല്ലാ മുഅ്മിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കും വേണ്ടി അല്ലാഹു പടച്ചതാണ് കേട്ടോ. ബിസിനസ്സുകാരൻ മോശക്കാരനല്ല. അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്ദിഖീന വശുഹദാ. സത്യവാനായി, നീതിമാനായി, അതേ നീതിമാനായി വിശ്വസ്തനായി ബിസിനസ് നടത്തുന്നവൻ അമ്പിയാക്കളെ കൂടെയാ, സിദ്ദീഖീങ്ങളെ കൂടെയാ, ശുഹദാക്കളെ കൂടെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനയാണ്. ജോലിയെടുക്കുന്നവൻ ഖൈറായ ഭക്ഷണം കഴിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനയാണ്. അതേ സമയത്ത് അത്തുജാറു യുസ്സറൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ. ബിസിനസ്സുകാര് പടച്ചവന്റെ അടുക്കൽ തമ്മാടികളായി ഒരുമിച്ച് കൂട്ടപ്പെടും. അങ്ങനെയുമുണ്ടൊരു ഹദീസില്. പക്ഷേ ഉടനെ തന്നെ അവിടുന്ന് പറഞ്ഞു, ഇല്ല മനിത്തഖാവ ബർറ വസദഖ. അള്ളാഹുവിന് ഭക്തിയോടെ തഖ്വയോടെ ബിസിനസ് നടത്തിയവർക്കത് ബാധകമല്ല, പുണ്യം ചെയ്തവർക്കത് ബാധകമല്ല.
സത്യം പറഞ്ഞവർക്കത് ബാധകമല്ല. സത്യം പറയാതെ കള്ളം പറഞ്ഞ് കളവ് പറഞ്ഞുകൊണ്ട് ബിസിനസ് നടത്തിയവർ, സുബ്ഹാനല്ലാഹ്, ജനങ്ങളോട് ഷെയർ വാങ്ങി ബിസിനസ് നടത്തുന്നവർ നന്നായി ആലോചിച്ചോളണം. ഷെയർ വാങ്ങി ബിസിനസ് വേണ്ടി ഷെയർ വാങ്ങി 3 മാസം മുമ്പ് പറഞ്ഞാൽ ഉടനെ കാശ് തരുമെന്ന് വാക്ക് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, 3 കൊല്ലം ചോദിച്ചിട്ടും ഷെയർ സംഖ്യ കിട്ടാത്തവരില്ലേ? ലാഭം ഇത്ര തരുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞ് പലിശയുടെ ഏർപ്പാട് നടത്തുന്നവരില്ലേ? ഹറാമും ഹലാലും നോക്കാതെ ബിസിനസ് നടത്തി പണം കൊഴുപ്പിക്കണമെന്ന് ചിന്തിക്കുന്നവരില്ലേ? അന്യന്റെ പണം കൊണ്ട് ദൂർത്തടിക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തേ ആഖിറത്തെ കുറിച്ച് ചിന്തയില്ലാത്ത ബിസിനസ്സുകൾ, ഹറാമും ഹലാലും ആലോചിക്കാത്ത ബിസിനസ്സുകൾ, എന്തോ ബിസിനസ്സുകൾ, ചെയിൻ ബിസിനസ്, ചങ്ങല ബിസിനസ്. ആർക്കാണ് ഇത് കൊടുക്കുന്നത്? എവിടുന്നാ വാങ്ങുന്നത്? എവിടെയാ ചേരുന്നത്? ഒന്നും നോക്കാതെ പണം കൊയ്യാൻ ചിന്തിക്കുന്നവർ ആലോചിക്കണം. റബ്ബിന്റെ മുമ്പിൽ കണക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി എന്ത് പറയും? അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കണ്ടോ? സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് അപ്പുറത്തെ പറമ്പിലുള്ള ഈത്തപ്പനയിൽ നിന്ന് പഴുത്ത ഈത്തപ്പഴം കൊഴിഞ്ഞു വീണത് എന്റെ ചെറിയ മക്കൾ, വിവരമില്ലാത്ത കുഞ്ഞുമക്കൾ പെറുക്കി തിന്നുപോയാലോ? അത് ഇല്ലാതിരിക്കാൻ ഇരുട്ട് മാറുന്നതിന് മുമ്പ് മുറ്റത്തെത്താൻ വേണ്ടി ഞാൻ ദിക്റിനും ദുആക്കും നിൽക്കാതെ ഓടിപ്പോവുകയാണ് സുബഹിന്റെ ശേഷം. നബിയേ, അതല്ലേ സൂക്ഷ്മത? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാ ചോദിച്ചത്, ആ ഈത്തപ്പനയുടെ മുതലാളി ആരാണ്? ഉടമസ്ഥന്റെ പേര് കിട്ടിയപ്പോ അദ്ദേഹത്തെ വിളിച്ചു. ആ ഈത്തപ്പന നീ എനിക്ക് വിൽക്കുമോ? അബൂ ദുജാനയുടെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന നീ എനിക്ക് വിൽക്കുമോ? പകരം 10 ഈത്തപ്പന സ്വർഗത്തിൽ തരാം. പക്ഷെ ആ മനുഷ്യൻ വിഡ്ഢിയാണ്, മുനാഫിഖാണ്, വിശ്വാസമില്ലാത്തവനാണ്. അവനുടനെ പറഞ്ഞു, ഓ മുഹമ്മദ് നബിയെ, എന്റെ ഈത്തപ്പന ഞാൻ വിൽക്കും, പക്ഷേ റൊക്കത്തിനെ വിൽക്കൂ, കടത്തിന് വിൽക്കൂല. സ്വർഗത്തിൽ 10 തരൂതന കടമല്ലേ, കടത്തിന് വിൽക്കൂല, റൊക്കത്തിനെ വിൽക്കൂ. അവനൊരു അല്ലാത്ത ലക്ഷണം കെട്ടവൻ തന്നെ. അസ്സാദിഖുൽ വഅദിൽ അമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനോട് സ്വർഗത്തിൽ ഈത്തപ്പന തരാമെന്ന് പറഞ്ഞിട്ടത് സ്വീകരിച്ചില്ല. അപ്പോഴാണ് വലിയ ഭാഗ്യവാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, അവന് പകരം 10 ഈത്തപ്പന എ ക്ലാസ് ഞാൻ കൊടുത്തോളാം. ഇവിടെ സ്വർഗത്തിലെ ഈത്തപ്പന എനിക്ക് തരണം നബിയേ. കച്ചവടമടിച്ചു. സ്വർഗത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 10 ഈത്തപ്പന. ഈ മനുഷ്യന് ഇവിടെ തന്നെ സിദ്ദീഖുൽ അക്ബറിന്റെ വക 10 ഈത്തപ്പന. അബൂ ദുജാനയുടെ വീട്ടിലേക്ക് മുറ്റത്തേക്ക് ചാഞ്ഞി വെച്ചത് അബൂ ദുജാനക്ക് വിൽക്കണം. കച്ചവടമടിച്ച് തിരിച്ചുപോയ മനുഷ്യൻ അതാ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, ഞാൻ വലിയ ലാഭമുള്ള കച്ചവടം ചെയ്ത് വരികയാണ്. നമ്മളെ ഒരു ഈത്തപ്പന ഞാൻ വിറ്റു, 10 ഈത്തപ്പന അബൂബക്കറിനോട് ഇങ്ങ് വാങ്ങി. പിന്നെ നിനക്കൊരു കഥ കേൾക്കണോ? നമ്മളെ ഈത്തപ്പന നമ്മളെ പറമ്പിലല്ലേ ഉള്ളത്, അത് നമ്മളിട്ട് കൊടുക്കുകയും വേണ്ട. അങ്ങനെ നമുക്കതും നമ്മളത് തന്നെ. സുബ്ഹാനല്ലാഹ്, രാത്രി രണ്ടാളും സന്തോഷത്തോടെ കിടന്നു. നേരം വെളുത്തിട്ട് നോക്കുമ്പോ അത്ഭുതം തന്നെ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അയൽവാസിയുടെ പറമ്പിലുള്ള ഈത്തപ്പന അതവിടെ കാണുന്നില്ല. അത് നടന്ന് നടന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, സാമ്പത്തിക രംഗം വളരെയേറെ ശ്രദ്ധിക്കണം. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അതിരുവരമ്പുകൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. അവനെ പടച്ച റബ്ബിന്റെ അടുക്കൽ അംഗീകാരമുള്ളൂ.
എങ്ങനെയും പണം സമ്പാദിക്കും, എന്നിട്ട് ലക്ഷക്കണക്കിന് വാരി കോരി കൊടുക്കും. മനുഷ്യ, ഹറാമിലൂടെ സമ്പാദിച്ച ഒരു നയാകാശും അല്ലാഹ് സ്വീകരിക്കൂല കേട്ടോ. ആ സദഖ കൊണ്ട് ഫലം കിട്ടൂല കേട്ടോ. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹ് നല്ലവനാണ്, അവൻ നല്ലതേ സ്വീകരിക്കൂ. ഈ ബോധം നമ്മളെ ഖൽബിൽ എപ്പോഴും ഉണ്ടാകണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ആരും വേലി കിടക്കണ്ട. മഹാനായ അതാഉസ്സുലമി റളിയല്ലാഹു അൻഹു, അതാഉസ്സുലമി റളിയല്ലാഹു അൻഹു വളരെ ഭംഗിയുള്ളൊരു വസ്ത്രം നെയ്തുണ്ടാക്കി. വളരെ നന്നായി ശ്രദ്ധിച്ച് നെയ്തുണ്ടാക്കിയ വസ്ത്രം അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പനക്ക് വെച്ചപ്പോ ഒരു തുണിക്കച്ചവടക്കാരൻ വന്നു. ആ തുണിയെല്ലാം ഒന്ന് ശരിക്ക് നോക്കി വില എന്ത് തരണമെന്ന് ചോദിച്ചു. അതിന് വില പറഞ്ഞപ്പോൾ തുണിയൊന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതത്രയൊന്നും വില തരില്ല, ഇതിന് ഇന്ന ന്യൂനതകളുണ്ടെന്ന് പറഞ്ഞ് തുണിയുടെ നെയ്ത്തിലുള്ള കുറെ നെയ്ത്തിന്റെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചു. അതാഉസ്സുലമി റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ നിന്ന് പൊട്ടി അങ്ങ് കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, തുണി കൊണ്ടുവന്ന് വിൽക്കാൻ കൊണ്ടുവന്ന മനുഷ്യൻ, നെയ്ത് കൊണ്ടുവന്ന മനുഷ്യൻ തുണിക്ക് വില കുറച്ച് പറയുമ്പോ പൊട്ടിക്കരയുന്നു. കച്ചവടം ചെയ്യാൻ വന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വില തന്നെ തരാൻ കരയണ്ട, നിങ്ങൾ അല്പം വില കുറഞ്ഞതിന് ഇങ്ങനെ പൊട്ടിക്കരയേണ്ടതുണ്ടോ? അതാഉസ്സുലമി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മനുഷ്യ, ഞാൻ കരഞ്ഞത് എന്റെ തുണിയുടെ വില കുറഞ്ഞതിന്റെ പേരിലല്ല. ഞാൻ കരഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ എത്ര ശ്രദ്ധിച്ചിട്ടാണ് ഈ തുണി നെയ്തുണ്ടാക്കിയത്. ഒരു ന്യൂനതയും ആരും കണ്ടെത്തരുതെന്ന നിലക്ക് വളരെ ശ്രദ്ധിച്ച് ഞാൻ ഈ തുണി നെയ്തുണ്ടാക്കിയിട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്കത് കാണിച്ചപ്പോ, തുണിയുടെ നോട്ടമറിയുന്ന നിങ്ങളെ മുന്നിലെത്തിയപ്പോൾ എന്റെ തുണിക്ക് എത്ര ന്യൂനതകളാണ്, പോരായ്മകളാണ്. ഞാനതിങ്ങനെ കേട്ടപ്പോൾ എന്റെ മനസ്സെന്റെ റബ്ബിലേക്ക് നീങ്ങി. ഓ സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞവനല്ലേ ആത്മീയതയുള്ളവൻ. അതിലടക്കം അവര് തുണി നെയ്യും, അവര് തുണി വിൽക്കും, അവര് ബിസിനസ് നടത്തും, ജോലി എടുക്കും, അവര് പലതും ചെയ്യും. പക്ഷേ ഒന്നിനൊന്നവരെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞതാണ്. അതാഉസ്സുലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളാ തുണിക്ക് കുറെ ന്യൂനത ചൂണ്ടിക്കാണിച്ചപ്പോ ഞാൻ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞത് എന്താണെന്നറിയോ? തുണിയുടെ വില കുറഞ്ഞതല്ല പ്രശ്നം. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത്രയും ഞാൻ അധ്വാനിച്ച് പരിശ്രമിച്ച് ഈ തുണി നെയ്തുണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിനെ മുന്നിലെത്തിയപ്പോ ഒരുപാട് ന്യൂനത കണ്ടതിനാൽ ഞാൻ വിചാരിച്ച വിലക്ക് നിങ്ങളത് എടുക്കാൻ തയ്യാറില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറെ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, പലതും സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്. ഞാനതൊക്കെ സഹീഹായ നിലക്ക്, ശരിയായ നിലക്ക് ചെയ്തു എന്നാ ധാരണ. എന്നാൽ എൻ്റെ പ്രവർത്തനങ്ങളുടെ, എൻ്റെ സൽക്കർമ്മങ്ങളുടെ ശരിയായ നോട്ടം നോക്കുന്ന രാജാവായ റബ്ബ്, ആ റബ്ബിന്റെ മുമ്പിൽ എൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടുപോയി ഞാനങ്ങ് സമർപ്പിക്കുമ്പോൾ അതിനെനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ സൽക്കർമ്മത്തെക്കുറിച്ച് എന്നെക്കാൾ അറിയുന്ന റബ്ബ് ആ സൽക്കർമ്മം ഒന്ന് നോക്കിയാൽ അവൻ അതിന് കണ്ടെത്തുന്ന ഐബുകളും പോരായ്മകളും ന്യൂനതകളും എത്ര ആയിരിക്കും. അല്ലാഹ് വളരെ സൂക്ഷ്മമായി
ഞാൻ നെയ്തുണ്ടാക്കിയ തുണിക്ക് നോട്ടമറിയുന്ന നിങ്ങൾ ഇത്രയും ന്യൂനത കണ്ടെത്തിയെങ്കിൽ എൻ്റെ അമലും കൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനെ സമീപിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടാകുമല്ലോ? അത് ചിന്തിച്ചിട്ടാണ് ഞാൻ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞത്. ഈ തുണിയുടെ വിലയല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം എൻ്റെ രാജാവിൻ്റെ അംഗീകാരമാണ്. എൻ്റെ രാജാവ് സ്വീകരിച്ച് കിട്ടലാണ്. അതാഉസ്സുലബി തങ്ങൾ വീണ്ടും പൊട്ടിപ്പൊട്ടിക്കരയുന്നു. ഓ മുസ്ലിമീങ്ങളെ, സമ്മേളനം കഴിക്കുന്നുണ്ട്, ആണ്ട് കഴിക്കുന്നുണ്ട്, പ്രവർത്തനം നടത്തുന്നുണ്ട്, സംഘടനയുണ്ട്, വ്യക്തിപരമായ പ്രവർത്തനങ്ങളുണ്ട്, പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ രാജാവായ റബ്ബൊന്ന് കബൂൽ ചെയ്തെങ്കിലല്ലാതെ ഒന്നും ഫലവത്തല്ല കേട്ടോ. ഈ ചിന്തയിലാണ് സർവമഹാന്മാരും അവരെ മനസ്സ് വരിഞ്ഞു കെട്ടിയത്. അവിടെയാണ് അവരെ ചിന്ത ചുഴറ്റിയത്. അതുകൊണ്ടല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സ്ഥാപനം കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തുമ്പോഴും അതാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, ഞങ്ങളുടെ നാഥ നീ ഇത് കബൂൽ ചെയ്യണേ, സ്വീകരിക്കണേ. കഅബ ശരീഫിന്റെ പണിയായാലും ചെയ്യുന്ന മനുഷ്യനിൽ നിന്ന് അല്ലാഹ് സ്വീകരിച്ച് കിട്ടിയില്ലെങ്കിൽ ഫലവത്തല്ലല്ലോ. സ്വീകരിച്ച് കിട്ടലാണ് വിഷയം കേട്ടോ. സൽക്കർമ്മമായതുകൊണ്ട് മാത്രം കാര്യം കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരുത്തന്റെ പ്രസംഗം കൊണ്ട് കുറെ ആള് നന്നാകുന്നു. അപ്പോഴവൻ ചിന്തിക്കണം, ഞാനൊരു അരം പോലെ ആയിപ്പോയോ. അരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനത്തിന്റെ സ്വഭാവം എന്താണ്? മൂർച്ചയില്ലാത്ത എത്രയോ ആയുധങ്ങൾക്ക് അരം വെച്ച് ഇങ്ങനെ ഉരസിയാൽ ആയുധങ്ങൾക്കെല്ലാം മൂർച്ചം കിട്ടും. പക്ഷേ അരം എന്ന് പറയുന്ന ആയുധത്തിന്, ഒരു തക്കാളി മുറിക്കാനുള്ള ആയുധത്തിന് അതാ തക്കാളി മുറിക്കാനുള്ള മൂർച്ചയും പോലുമില്ല. പ്രസംഗിക്കുന്നവരാലോചിക്കണം. ഈ പാവപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കണം. വെറും അരം പോലെ മറ്റുള്ളവർക്ക് മൂർച്ചം കൂട്ടുന്ന വസ്തുവായി, സ്വന്തം മൂർച്ചയില്ലാത്ത വസ്തുവായി അതപ്പതിച്ചു പോയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കാത്ത വിധം ചുരുട്ടി എറിഞ്ഞു പോയാൽ മനുഷ്യന്റെ അതാ സർവവും പരാജയപ്പെട്ടില്ലേ മുസ്ലിമീങ്ങളെ? അതുകൊണ്ട് എനിക്കെല്ലാവരോടും പറയാനുള്ളത്, ആത്മീയത പറയാൻ ഒരിക്കലും അനുയോജ്യനല്ല ഈ പാവപ്പെട്ടവൻ. ആത്മീയത പറയേണ്ടവരൊക്കെയുണ്ട്, അവരത് പറയട്ടെ, അവർക്കതിന് യോഗ്യതയുണ്ടാകാം. നമുക്കൊരു കാര്യം അറിയാം, ആത്മീയത പറയാനുള്ള യോഗ്യതയും അറിവും കഴിവും തന്റെ ഇടവും സാധുക്കളായ നമുക്കില്ല തന്നെ. അല്ലാഹു ജല്ല ജലാലുഹു ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാനായ കൊണ്ടൂർ ഉസ്താദ് അവറുകളുടെയും അവിടുന്ന് വളരെയേറെ ബഹുമാനിച്ച അതാ ഖുതുബുസ്സമാനി സയ്യിദ് അലവിൽ മംബുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെയും ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ഔലിയാക്കൾ, അംബിയാക്കൾ, സാദാത്തുക്കൾ, ആലിമീങ്ങൾ, സാലിഹീങ്ങൾ അവരുടെ എല്ലാവരുടെയും ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മുടെ ഖൽബൊന്ന് ശുദ്ധിയാക്കി തരട്ടെ. അഹങ്കാരത്തിന്റെ ചിന്തയില്ലാതെ, അസൂയയുടെ ചിന്തയില്ലാതെ, വൈരാഗ്യത്തിന്റെ ചിന്തയില്ലാതെ, വിദ്വേഷത്തിന്റെ ലാഞ്ചനയില്ലാതെ, ആരെയും തെറ്റിദ്ധരിക്കാതെ, തെറ്റിദ്ധാരണക്ക് കാരണമാകുന്ന വാക്കുകളും പ്രവൃത്തികളും പരമാവധി പറയാതെ, അല്ലാഹു തന്ന നാവ് കൊണ്ട് കള്ളം പറയാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ഫിത്നയും ഫസാദും പറയാതെ, അനാവശ്യ സംസാരങ്ങളൊന്നുമില്ലാതെ, അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഹറാമ് നോക്കാതെ, അല്ലാഹു തന്ന തൊള്ളയിലേക്ക് മദ്യം മോന്താതെ,
ഓ ചെറുപ്പക്കാരെ, തീനത്തുൽ ഖബാല് കുടിക്കണം. ലഹരി കുടിക്കുന്നവൻ തീനത്തുൽ ഖബാല് കുടിക്കണം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. തീനത്തുൽ ഖബാൽ എന്താണ് നബിയെ? അതിന് മറുപടി പറഞ്ഞത് അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകക്കാരുടെ ചലമാണത്, നരകക്കാരുടെ വിയർപ്പാണത്, നരകക്കാരുടെ നീരാണത്. ആരാ നരകക്കാര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെട്ടിക്കൊല്ലാൻ വന്ന അബൂജഹലില്ലേ, സുബ്ഹാനല്ലാഹ്, നുംറൂദില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലെറിഞ്ഞ നുംറൂദില്ലേ, മൂസാ നബിയുടെ പിന്നാലെ ഓടിയ ഫിർഔനില്ലേ, അവരല്ലേ നരകക്കാര്. ആ നരകക്കാരെ ശരീരത്തിനൊലിക്കുന്ന ചലമാണ് തീനത്തുൽ ഖബാൽ. അതിൽ ലഹരി കുടിക്കുന്നവൻ കുടിക്കേണ്ടി വരും. അല്ലാഹ് അവനെ കുടിപ്പിച്ചേ അവനതാ അല്ലാഹ് അവന്റെ കടപ്പാടായി ഏറ്റെടുത്തതാണ്. ഞാൻ ലഹരി കുടിക്കുന്നവനെ തീനത്തുൽ ഖബാല് കുടിപ്പിക്കും, അതേ നരകക്കാരുടെ ചലം കുടിപ്പിക്കും. ഓ ചെറുപ്പക്കാരാ, ഏത് ഘട്ടം വന്നാലും, ഏത് സുഹൃത്ത് വിളിച്ചാലും, ഏത് ന്യൂ ഇയർ ആഘോഷിച്ചാലും, ഏത് പെരുന്നാൾ ആഘോഷിച്ചാലും നീ അബൂജഹലിന്റെ ചലം കുടിക്കാനുള്ള വകുപ്പുണ്ടാക്കല്ലേ. നമ്രൂദിന്റെ ചലം കുടിക്കാൻ നീ വകുപ്പുണ്ടാക്കല്ലേ. ഓ ചെറുപ്പക്കാരാ, യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടം റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ മൂടി വെച്ചത് റബ്ബ് അറിയുന്നുണ്ട്. നിന്റെ മൊബൈൽ ഫോണിൽ അന്യപെണ്ണിന്റെ ചിത്രം കയറ്റി വെച്ചിട്ട് നീ ഉസ്താദിന് മൂടി വെച്ചു അല്ലേ, നേതാവിന് മൂടി വെച്ചു അല്ലേ, ബാപ്പന്റെ മുന്നിൽ മൂടി വെച്ചു അല്ലേ. നിന്റെ റബ്ബ് കാണുന്നത് നീ ആലോചിച്ചില്ല അല്ലേ. എല്ലാവരും കിടന്നുറങ്ങുമ്പോ നിന്റെ ഭാര്യ പോലും കേൾക്കാതെ നീ അന്യപെണ്ണിനോട് സംസാരിച്ചു അല്ലേ. നിന്റെ റബ്ബ് കാണുന്നത് നീ ആലോചിച്ചില്ല അല്ലേ. ഓ മനുഷ്യ, മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, അനാവശ്യ വാക്കില്ലാതെ, ചിന്തയില്ലാതെ, റബ്ബേ എനിക്ക് റബ്ബിന്റെ പൊരുത്തം വേണം, പൊരുത്തം വാങ്ങാൻ പറഞ്ഞവരെ പൊരുത്തമെല്ലാം വേണം, എനിക്ക് സാലിഹീങ്ങളെ പൊരുത്തം വേണം, ഔലിയാക്കളെ പൊരുത്തം വേണം, അമ്പിയാക്കളെ പൊരുത്തം വേണം, മലായികത്തിന്റെ പൊരുത്തം വേണം, സജ്ജനങ്ങളെ പൊരുത്തം വേണം, ആലിമീങ്ങളെ, മുത്തല്ലിമീങ്ങളെ, സാദാത്തുക്കളെ പൊരുത്തം വേണം, എനിക്ക് എന്റെ ബാപ്പന്റെ പൊരുത്തം വേണം, എന്റെ ഉമ്മയുടെ പൊരുത്തം വേണം. ഓ മുസ്ലിമേ, നീ ഒരൽപ്പം ആരോഗ്യം വന്ന് ചെറുപ്പക്കാരനായി കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന സമയമായപ്പോ നിന്റെ ബാപ്പ അറിയാതെ നീ ഒരു പെണ്ണിനെ കണ്ടുവെച്ചു, അല്ലെങ്കിൽ അതാ ഉമ്മ അറിയാതെ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ പോകാൻ പ്ലാൻ ചെയ്തു. ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് പലപ്പോഴും. ഞാൻ വേദനയോടെ പറയട്ടെ, പോറ്റി വളർത്തിയ ബാപ്പ, വളരെയേറെ കഷ്ടപ്പെട്ട ഉമ്മ, ആ ഉമ്മയും ബാപ്പയും മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, എന്നോട് അനുയോജ്യമായ ഒരു നല്ല വിവാഹത്തിന് എന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ചിന്തിക്കുമ്പോ, എന്റെ മകൾക്ക് അനുയോജ്യമായ ഭർത്താവ് വേണമെന്ന് ആലോചിക്കുമ്പോ കേൾക്കുന്നു, എന്റെ മകള് മറ്റൊരു ചെറുപ്പക്കാരന്റെ കൂടെ ബന്ധമാണ്, എന്റെ മകനതാ മറ്റൊരു പെണ്ണിന്റെ കൂടെ ബന്ധമാണ്. അന്വേഷിക്കുമ്പോൾ അത് സത്യമാണെന്ന് കേൾക്കുമ്പോ മനസ്സ് പൊട്ടിയിട്ട് ഞാൻ പറയട്ടെ, എന്റെ അനുഭവമാണ്. പലരും വന്ന് എന്നോട് തന്നെ പറയാറുണ്ട്, ഉസ്താദേ എത്ര പൈസ വേണമെങ്കിലും സിറാജുൽ ഹുദയിൽ നേർച്ച തരാം, എന്റെ മകന്റെ മനസ്സൊന്ന് നന്നായി കിട്ടണം, മാറി കിട്ടണം, എന്റെ മകളെ മനസ്സൊന്ന് മാറി കിട്ടണം. ഞാൻ എന്ത് പറഞ്ഞിട്ടും ആരെന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവരതാ സ്വന്തമായി ഇണകളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്നാലില്ല, ഒരൽപ്പ ദിവസം ഭക്ഷണം കൊടുത്ത നായ അതേ മുതലാളിയെ കാണുമ്പോൾ അത് വാലാട്ടുന്ന നന്ദി കാണിക്കുന്നുണ്ട്. പുല്ലിട്ട് കൊടുത്ത അതാ എരുമ, പുല്ലിട്ട് കൊടുത്ത പശു, ആ പശുവിന്റെ അടുക്കൽ ചെന്ന് കാലിന്റെ സമീപത്തിരുന്ന് പാല് കറക്കുമ്പോ ക്ഷമിച്ചുകൊണ്ടത് പാല് കൊടുക്കുന്നുണ്ട്. മൃഗങ്ങൾ നന്ദി കാണിക്കുന്നുണ്ട്, നായകൾ നന്ദി കാണിക്കുന്നുണ്ട്, സസ്യങ്ങൾ നന്ദി കാണിക്കുന്നുണ്ട്. പോറ്റി വളർത്തിയ മനുഷ്യൻ തലയിൽ നിന്ന്
തേങ്ങ പറിച്ചു പോകുമ്പോ ഒരു തെങ്ങും പ്രതിഷേധം അറിയിക്കുന്നില്ല. എല്ലാ ജീവികളും സസ്യങ്ങളും നന്ദി ചെയ്യുന്നുണ്ട്. എന്നാൽ പടച്ച റബ്ബ് പ്രത്യേകം പറഞ്ഞ നന്ദി അനിഷ്കുറുലീ വലിവാലിദൈക്ക്, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ, ഉമ്മ ബാപ്പക്ക് നന്ദി ചെയ്യണേ. ആ നന്ദിയുടെ ഗൗരവം മനസ്സിലാക്കിയോ ചെറുപ്പക്കാരാ? നിന്നെയും എന്നെയും പടച്ച റബ്ബുമായുള്ള സംഭാഷണമല്ലേ നിസ്കാരം? ആ നിസ്കാരം സുന്നത്താണോ? ബാപ്പ വിളിച്ചാൽ ബാപ്പയുടെ വിളിക്ക് ഉത്തരം ചെയ്തില്ലെങ്കിൽ ബാപ്പയ്ക്ക് മനക്ലേശമുണ്ടാകുമെന്ന് കണ്ടാൽ, ഉമ്മ വിളിച്ചിട്ട് ഉത്തരം ചെയ്തില്ലെങ്കിൽ ഉമ്മാക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുമെന്ന് കണ്ടാൽ, നിസ്കാരം ബാത്തിലാക്കിയിട്ട് ഉമ്മാക്ക് ഉത്തരം ചെയ്യണം, ബാപ്പാക്ക് ഉത്തരം ചെയ്യണം. ഹജ്ജിന് വേണ്ടി വിളിച്ചത് അള്ളയാണ്, അതവന്റെ വീടാണ്. പക്ഷേ ബാപ്പ ഉമ്മന്റെ സമ്മതമില്ലാതെ ഹജ്ജിനും പുറപ്പെടേണ്ടതില്ല. സുന്നത്താണെങ്കിൽ പുറപ്പെടാൻ പാടില്ല. അത്രയും നന്ദി ബാപ്പയോടും ഉമ്മയോടും കാണണമെന്ന് അല്ല തന്നെ പറഞ്ഞിട്ട്, സുബ്ഹാനല്ലാഹ്, ബാപ്പയും ഉമ്മയും കുടുംബവും ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ എനിക്ക് അല്ലാഹു തരുമെന്ന ചിന്തയില്ലാതെ, അതുപോലെ അതാ ബാപ്പയും ഉമ്മയും കുടുംബവും ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവിനെ എനിക്കല്ല തരുമെന്ന ചിന്തയില്ലാതെ ഏതെങ്കിലും പ്രലോഭനത്തിന്റെയോ ഏതെങ്കിലും പണത്തിന്റെയോ പിന്നാലെ, അതാ കള്ളവാഗ്ദത്തങ്ങളെ പിന്നാലെ ചിന്തിച്ചിട്ട് ബാപ്പയെ വിട്ട് അതാ അന്യപുരുഷന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളില്ലേ? ബാപ്പ ഉമ്മയെ തള്ളിയിട്ട് കാണുന്ന പെണ്ണിന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരില്ലേ? ആത്മീയ രംഗം പാടെ തകർന്ന ഈ ആഖിർ സമാനിലല്ലേ നമ്മൾ ഉള്ളത്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, മദ്യത്തിലേക്ക് പോകാതെ, മറ്റുള്ള തെമ്മാടിത്തത്തിലേക്ക് നീങ്ങാതെ, കുടുംബത്തെ കുറവാക്കാതെ, ബാപ്പന്റെ മനസ്സ് വേദനിപ്പിക്കാതെ, ഉമ്മന്റെ മനസ്സ് വേദനിപ്പിക്കാതെ, അല്ലാഹുവിന് നന്ദി ചെയ്ത്, ഉമ്മ ബാപ്പമാർക്ക് നന്ദി ചെയ്ത്, സ്നേഹിക്കേണ്ടതിനെ സ്നേഹിച്ച് വെറുക്കേണ്ടതിനെ വെറുത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം കേട്ടോ. റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സന്താന പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെയും, ഞങ്ങളെ ശിഷ്യ പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെയും, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവർക്കും അവരെ സന്താന പരമ്പരകൾക്കും ഖിയാമത്ത് നാൾ വരെയും ആത്മീയതയിൽ ഒന്നി നിന്ന ജീവിതത്തിന് നീ തൗഫീഖ് തരണം റഹ്മാനേ.